ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത എസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും തലക്കെട്ട് VS അച്യുതാനന്ദന്റെ മരണവാർത്ത തന്നെയാണ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കർഷക സമരങ്ങളിലൂടെയും തൊഴിലാളി സംഘടനാ സമരങ്ങളിലൂടെയും വളർന്നു വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും പ്രതിപക്ഷ നേതാവുകയും പിന്നീട് ഇന്നലെ മരണമടയുകയാണ് ചെയ്തത്. സോ ഒരു UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് VS അച്യുതാനന്ദൻ പോലും. സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ 2008 കാലഘട്ടങ്ങളിലെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം, കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ് ആൻഡ് പാഡി കൺസർവേഷൻ ആക്ട് 2008 പലപ്പോഴും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ KS മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ ഒന്നും കൂടി നോക്കി വെക്കേണ്ട സമയമാണ് ഇപ്പോൾ. തികഞ്ഞൊരു പരിസ്ഥിതിവാദിയായിരുന്നു അദ്ദേഹം. അതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് 2008 ഇങ്ങനെ കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2008 രൂപം കൊള്ളുന്നത്. സോ അതെല്ലാം നമുക്ക് ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാവുന്ന ആക്ടുകളാണ്. നമുക്ക് നമ്മളുടെ UPSC പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ 5 ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ആർട്ടിക്കിളുകളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് സമയം കളയാതെ തന്നെ പോവാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു നമ്മളുടെ വൈസ് പ്രസിഡന്റിന്റെ റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ, നമ്മളുടെ രാജ്യസഭാ ചെയർമാന്റെ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ റെസിഗ്നേഷൻ. അദ്ദേഹം ഉച്ചവരെ പാർലമെന്റ് സമ്മേളനങ്ങൾ അദ്ദേഹം നേതൃത്വം വഹിക്കുകയും ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിന്റെ ഒരു പൊസിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനുകൾ വരുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അവസരത്തിൽ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റാങ്ക്, ഇന്ത്യയിലെ സെക്കൻഡ് ടോപ്പ് മോസ്റ്റ് റാങ്കിലുള്ള ആളാണ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന് താഴെയുള്ള ആൾ. അതൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പൊളിറ്റിയുടെ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വൈസ് പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ ഈ ഒരു ഡിസ്കഷന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഓക്കെ, സോ നമുക്ക് പോകാം. എങ്ങനെയാണ് ഒരു വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്? വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്റ്റ് വോട്ടിങ്ങിലൂടെയാണ്. ഇൻഡയറക്റ്റ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി പോയിട്ട് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായിട്ട് വോട്ട് ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു പൗരൻ പോയിട്ട് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായിട്ട് വോട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായിട്ട് വോട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. സോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് വോട്ടിങ്ങിലൂടെയാണ്. ഇൻഡയറക്റ്റ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ലെവൽ വോട്ടിംഗ്. നമ്മൾ ആരെയാണ് തെരഞ്ഞെടുക്കുന്നത്? നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ തെരഞ്ഞെടുക്കും. പെർട്ടിക്കുലർലി പ്രൈം മിനിസ്റ്ററിനെ അല്ല, MP മാരെ നമ്മൾ തെരഞ്ഞെടുക്കും. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളവരെ നമ്മൾ തെരഞ്ഞെടുക്കും. ദെൻ വേറെ ആരെ തെരഞ്ഞെടുക്കും? പഞ്ചായത്ത് ഇലക്ഷന് നമ്മൾ പോയിട്ട് വോട്ട് ചെയ്യാറുണ്ട്. ഇതുവരെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജ് ആണ്. ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇലക്ടറൽ ഉള്ളതിനെയാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ ആരൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അതില് മെമ്പർ ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരും ഉണ്ടാകും. ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും ഉണ്ടാകും. ഇവിടെ എന്തിനാണ് ഞാൻ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ എന്ന് എടുത്തു പറഞ്ഞത്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തിരഞ്ഞെടുക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ടോട്ടൽ പാർലമെന്റിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ പോലെ. അതായത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോഴും വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോഴും ചില വ്യത്യാസങ്ങളുണ്ട്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് മാത്രമാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, അത് കൂടാണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, ലോകസഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, ദെൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്, അതുകൂടാണ്ട് ഡൽഹി ആൻഡ് പുതുച്ചേരിയിലുള്ള നിയമസഭാ മണ്ഡലത്തിലുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് കൂടി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്
ആരെ തെരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുക്കുന്നത്, ദ്രൗപതി മുർമുവിനെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ വൈസ് പ്രസിഡന്റിലേക്ക് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരുന്നു. വൈസ് പ്രസിഡന്റും ഒരു ഇലക്ടറൽ കോളേജ് വഴി ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ചില ചേഞ്ചസ് വരുത്തുന്നുണ്ട്, ചില മാറ്റങ്ങളുണ്ട് ഇലക്ടറൽ കോളേജിന്. എന്താണ്? ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബോത്ത് ദ ഹൗസസ്, അതായത് രാജ്യസഭയിലെയും ലോകസഭയിലെയും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അവർ മാത്രമാണോ? അല്ല, നോമിനേറ്റഡ് റെപ്രസെന്റേറ്റീവ്സിനെ കൂടി നമ്മൾ ഈ ഒരു ഇലക്ടറൽ കോളേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആരെ ഒഴിവാക്കി? സ്റ്റേറ്റിലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് അല്ലെങ്കിൽ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ സ്റ്റേറ്റിനെ നമ്മൾ ഒഴിവാക്കി. ഓക്കെ, മനസ്സിലായോ? സോ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ മാത്രം റെപ്രസെന്റേറ്റീവുകൾ, അത് ഇലക്ടഡും നോമിനേറ്റഡുമായിട്ടുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു ഇലക്ടറൽ കോളേജിൽ നിന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തുന്ന വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. പ്രപ്പോർഷണൽ വോട്ടിംഗ് സിംഗിൾ ഓർ ട്രാൻസ്ഫറബിൾ വോട്ട് ആയിരിക്കും, പക്ഷെ അത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ആണ് തെരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും? ഇലക്ടറൽ കോളേജിൽ നമ്മളുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സും നോമിനേറ്റഡ് റെപ്രസെന്റേറ്റീവ്സും ഉണ്ടാവും, പക്ഷേ അത് രാജ്യസഭയിലെയും ലോകസഭയിലെയും മാത്രമായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇൻഡയറക്റ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ദെൻ ഒരു വൈസ് പ്രസിഡന്റ് ആവാനായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം? അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ദെൻ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അദ്ദേഹം രാജ്യസഭയുടെ മെമ്പർഷിപ്പ് കിട്ടാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം പൂർത്തിയായിരിക്കണം. രാജ്യസഭയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ 25 വയസ്സ് പൂർത്തിയായിരിക്കണം. ദെൻ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ഓഫ് പീപ്പിൾ ആക്ട് വഴിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ട് വഴി നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ചെയ്യപ്പെടാത്ത ഒരാളാണ്. ദെൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. ഏജ് 25 പൂർത്തിയായിരിക്കണം. ഇതെല്ലാമാണ് രാജ്യസഭയുടെ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമ്മളുടെ വൈസ് പ്രസിഡന്റ് ആവണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ആളായിരിക്കണം. ദെൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, ഒരു പ്രോഫിറ്റ് ഉള്ള ഒരു ഓഫീസും അദ്ദേഹം ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ബ്യൂറോക്രസിയിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള റെസ്ട്രിക്ഷനുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യൻ എക്സ്ചെക്കറിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ബഡ്ജറ്റിൽ നിന്ന് പേയ്മെന്റ് പോകുന്ന, ഇന്ത്യ പണം കൊടുക്കുന്ന ഒരാളാവാനായിട്ട് പാടില്ല. ആര്? നമ്മളുടെ വൈസ് പ്രസിഡന്റ്. സോ നോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ് ബൈ ദ വൈസ് പ്രസിഡന്റ്. ഓക്കെ, പക്ഷേ ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മളുടെ ഗവർണർ, നമ്മളുടെ സംസ്ഥാനങ്ങളുടെ ഗവർണർ, സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും മന്ത്രിമാര്, സംസ്ഥാനങ്ങളുടെ ഗവർണർ, കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മന്ത്രിമാര്, ഈ 3 പൊസിഷനുകളും വൈസ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. അതായത് നിങ്ങൾ ഒരു മന്ത്രിയാണെങ്കിൽ നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ആകാം. വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നുള്ളൂ. ഓക്കെ, ദെൻ നിങ്ങൾ ഒരു ഗവർണർ ആണെങ്കിൽ നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് ആകാം, പ്രസിഡന്റ് ആകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആയി കഴിഞ്ഞതിന് ശേഷം ഗവർണർ സ്ഥാനം രാജിവെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ 3 പോസ്റ്റുകൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. ഈ 3 പേർക്കും സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നേ? ഗവർണറിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, നമ്മളുടെ മന്ത്രിമാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. സോ ഇവരെല്ലാം പ്രോഫിറ്റ് വഹിക്കുന്നവരാണ്. പക്ഷേ വൈസ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും കാര്യത്തിൽ ഈ 3 എക്സെപ്ഷനുകൾ ഉണ്ട്. മനസ്സിലാക്കുക. ഓക്കെ, സോ എലിജിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഇൻഡയറക്റ്റ് വോട്ടിങ്ങിലൂടെയാണ്. ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ വോട്ട് ചെയ്യും? അതില് രാജ്യസഭയിലെയും ലോകസഭയിലെയും ഇലക്ടഡും നോമിനേറ്റഡുമായിട്ടുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്യും. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിലാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളുടെ ഈ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിൽ വോട്ട് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഒരാൾ വോട്ട് ചെയ്യും, ഒരു കൃത്യ മെജോറിറ്റി എത്തിയില്ല എങ്കിൽ മൂന്നാമത്തെ ആൾക്ക് വരുന്ന വോട്ട് 3 പേർക്ക് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും.
ഒന്നാമത്തെ ആൾ. ഇപ്പൊ 3 പേര് വൈസ് പ്രസിഡന്റിന് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, വൈസ് പ്രസിഡന്റ് ഇലക്ഷന് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 3 പേർക്കും ക്രമാനുഗതമായിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ആൾക്ക് നമുക്ക് ഫസ്റ്റ് ടിക്ക്, ദെൻ രണ്ടാമത്തെ ആൾക്ക് നമുക്ക് രണ്ടാമത്തെ ചിഹ്നം, ദെൻ മൂന്നാമത്തെ ആൾക്ക് മൂന്നാമത്തെ പ്രയോറിറ്റി. അങ്ങനെ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഫസ്റ്റ് ഒരു മെജോറിറ്റി എത്തിയില്ല എങ്കിൽ അവസാനത്തെ ആളുടെ വോട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അതായത് ഏറ്റവും കൂടുതൽ വന്ന 2 മെജോറിറ്റി മാത്രമേ നമ്മൾ ദെൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് അവസാനത്തെ ആൾക്ക് ആദ്യം വോട്ട് ചെയ്തവരെ എല്ലാവരെയും മാറ്റിയിട്ട് അവരുടെ രണ്ടാമത്തെ പൊസിഷൻ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് നോക്കൂ. അങ്ങനെയാണ്. എന്നിട്ട് ആ ഒരു വോട്ട് ഇവർക്ക് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ മെജോറിറ്റി വരുന്നവർ ആരാണ്? അവരാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുകളാകുന്നത്. സോ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. വോട്ട് ട്രാൻസ്ഫറബിൾ ആയിരിക്കും. എങ്ങനെയാണ്? സിംഗിൾ വോട്ടേ ഉണ്ടാവത്തുള്ളൂ, പക്ഷെ ആ വോട്ട് മെജോറിറ്റി അറ്റൈൻ ചെയ്തില്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ആകും. അതാണ് പറയുന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. എന്താണ് ആ പേര് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ട്രാൻസ്ഫറബിൾ ചെയ്ത് കൊടുക്കും. എപ്പോ? മെജോറിറ്റി അറ്റൈൻ ചെയ്തില്ലെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ പറഞ്ഞു. 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടായിരിക്കണം, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അദ്ദേഹത്തിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്? അതായത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന് തൊട്ട് മുകളിലുള്ള ആള്. പ്രസിഡന്റിന് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അധികാരത്തിലേക്ക് വരുമ്പോൾ ആരായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും അവിടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. വൈസ് പ്രസിഡന്റ് കേസിൽ ആരുണ്ട്? മുകളിൽ പ്രസിഡന്റ് ഉണ്ട്. സോ പ്രസിഡന്റ് ഡയറക്ട്ലി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഓക്കെ, സോ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഓത്ത് ആൻഡ് അഫർമേഷൻ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യയാണ്. ടു ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ടു ഫെയ്ത്ത്ഫുള്ളി ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ്. ഞാൻ എന്റെ പൊസിഷൻ സത്യസന്ധമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് അനുവാദമായിട്ട് കൃത്യമായിട്ട് നിർവഹിക്കും എന്നൊരു സത്യവാചകം ചൊല്ലിയിട്ടാണ് അദ്ദേഹം എവിടെ കയറുന്നത്? വൈസ് പ്രസിഡന്റ് ആയിട്ട് അവരോധിതനാകുന്നത്. ഓക്കെ, സോ ദെൻ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് മാത്രമല്ല, ഇദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അതായത് രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരുന്നത് ആരാണ്? ഈ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഈ കേസിൽ ആരാണ്? ഈ കേസിൽ ജഗദീപ് ധൻഖർ ആയിരുന്നു നമ്മളുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? സോ ഇദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. എന്നാൽ ഇദ്ദേഹം രാജ്യസഭയുടെ മെമ്പർ ആണോ? രാജ്യസഭയുടെ മെമ്പറല്ല. പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഞാൻ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്, വൈസ് പ്രസിഡന്റ് ഏത് സഭയുടെ മെമ്പറാണ് എന്ന് ചോദിക്കും. ലോകസഭ, രാജ്യസഭ, ബോത്ത് ദ ഹൗസസ്, നൺ ഓഫ് ദിസ് ഹൗസസ്. ഇങ്ങനെ 4 പോയിന്റുകൾ ഉണ്ടാവും. എല്ലാവരും നേരെ പോയിട്ട് രാജ്യസഭ അങ്ങോട്ട് ടിക്ക് ചെയ്ത് വെക്കും. അവിടെ തെറ്റിപ്പോകും. തെറ്റരുത്. 2 സഭകളുടെയും, ലോകസഭയുടെയും മെമ്പറല്ല, രാജ്യസഭയുടെയും മെമ്പറല്ല ആര്? നമ്മളുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ. അദ്ദേഹം 2 ലോകസഭയിലും രാജ്യസഭയിലും മെമ്പർ അല്ലാതെ രാജ്യസഭയുടെ അധ്യക്ഷ വഹിക്കുന്ന എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ രാജ്യസഭയിലും ലോകസഭയിലും അദ്ദേഹം മെമ്പർ അല്ല, പക്ഷേ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം ചെയർമാൻ അല്ല, എന്നാൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് അവകാശമുണ്ടോ രാജ്യസഭയില്? അതായത് രാജ്യസഭയിൽ ഒരു നിയമം പാസ്സാക്കുന്നു. നിയമം പാസ്സാക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലാണ് പാസ്സാക്കുന്നതെന്ന് നമുക്കറിയാം. നോർമൽ ആയിട്ടുള്ള നിയമങ്ങൾ കേവല ഭൂരിപക്ഷത്തിൽ പാസ്സാക്കും. സ്പെഷ്യൽ ആയിട്ടുള്ള നിയമങ്ങൾ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ്സാകും, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസൊല്യൂഷനിൽ പാസ്സാകും. ഓർഡിനറി റെസൊല്യൂഷനിൽ പാസ്സാകുന്ന നിയമങ്ങളുണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ്സാകുന്ന നിയമങ്ങളുണ്ട്. അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് ഒരു ടൈ വന്നു. രണ്ടിലും 2 പേരും, വേണമെന്ന് പറയുന്നവരും വേണ്ട എന്ന് പറയുന്നവരും ഈക്വൽ വന്നു. സോ അവിടെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? ചെയർമാന് അധികാരമുണ്ട്. ഓക്കെ, അത് ലോകസഭയിലും അധികാരമുണ്ട്, രാജ്യസഭയിലും അധികാരമുണ്ട്. രാജ്യസഭയിലാകുമ്പോൾ
ചെയർമാൻ ഓഫ് ദ രാജ്യസഭയായിരിക്കും. ലോകസഭയിലാകുമ്പോൾ ആരായിരിക്കും കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നത്? കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നത് നമ്മളുടെ സ്പീക്കർ ഓഫ് ദ ലോകസഭയായിരിക്കും. ഓക്കെ, സോ നമ്മളുടെ വൈസ് പ്രസിഡന്റിന് എന്ത് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്? കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. കാരണം അദ്ദേഹമാണ് സഭയുടെ, പെർട്ടിക്കുലർലി രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ അവിടെ തെറ്റരുത്, അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് അധികാരമാണ്? അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്, പക്ഷേ രണ്ട് സഭയുടെയും മെമ്പർ അല്ല. ഓക്കെ, സോ ഇനി എങ്ങനെയൊക്കെ നമ്മളുടെ രാജ്യസഭയുടെ ഒരു വേക്കൻസി വരാം? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാന്റെ സ്ഥാനത്ത് നിന്ന് വേക്കൻസികൾ വരാം. അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നോർമലി 5 വർഷമാണ് എന്ത് വരുന്നത്? ടേം വരുന്നത്. 5 years ടെന്യൂർ ആണ് അദ്ദേഹത്തിന് വരുന്നത്. ആ ടെന്യൂർ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാറേണ്ടി വരും. അല്ലെങ്കിൽ റെസിഗ്നേഷൻ, ഇന്നലെ സംഭവിച്ചതുപോലെ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാറേണ്ടി വരും. ദെൻ റിമൂവൽ, നമ്മൾ രാജ്യസഭയിൽ ഉള്ളവർ തന്നെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ദെൻ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഉണ്ടാവുന്ന സാധനം, പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയം റെസിഗ്നേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വോയിഡ് ആണെന്ന് പറഞ്ഞ് ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ 5 റീസണുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ഇതില് ഇന്നലെ ജഗദീപ് ധൻഖർ ഉച്ച കഴിഞ്ഞപ്പോൾ ട്വീറ്റ് ചെയ്തു, എന്താണ്, ഞാൻ റെസിഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്, എനിക്ക് 2 മാസം മുന്നേ ആയിട്ട് ചില കാർഡിയക് അറസ്റ്റ് പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വന്നു, സോ ഇനി ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന് ആര് പറഞ്ഞു? ജഗദീപ് ധൻഖർ പറഞ്ഞു. ഓക്കെ, റിസൈൻ ചെയ്യാത്ത ഒരു അവസരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിസൈൻ ചെയ്യാത്ത ഒരു അവസരം, റിമൂവലിന്റെ കേസ്. എങ്ങനെയായിരിക്കും ഒരു വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത്? റെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രസിഡന്റിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിഗ്നേറ്റ് ചെയ്ത് പോകാം, നമുക്ക് രാജിവെച്ചുകൊണ്ട് പോകാം. എന്നാൽ എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. സോ എന്തുണ്ട് അവിടെ? പ്രൊസീജിയർ ഉണ്ടാവുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരുടെ കേസിൽ? ജസ്റ്റിസിനെ റിമൂവ് ചെയ്യുന്ന കേസിൽ ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ there is a security of tenure. സെക്യൂരിറ്റി ഓഫ് ടെനുവർ ഉണ്ട്. ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ആ പ്രൊസീജിയർ എന്താണ്? ആ പ്രൊസീജിയർ നമ്മളുടെ രാജ്യസഭയിൽ ഒരു എഫക്റ്റീവ് മെജോറിറ്റി ഉണ്ടാവണം. അതായത് രാജ്യസഭയിൽ നമ്മളുടെ പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു റെസല്യൂഷൻ കൊണ്ടുവരും. ഓക്കെ, റെസല്യൂഷൻ കൊണ്ടുവരും. റെസല്യൂഷൻ എങ്ങനെ പാസ്സാകണം? ആ റെസല്യൂഷൻ രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാവുകയും അത് ലോകസഭ അംഗീകരിക്കുകയും ചെയ്യണം. അതായത് ഒരു നിയമം പാസ്സാകുന്ന പോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ജസ്റ്റിസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 2/3 മെജോറിറ്റിയിൽ, സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകണം എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു റെസല്യൂഷൻ ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലായിരിക്കും. കാരണം എന്താ? നമ്മളുടെ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള റെസൊല്യൂഷൻ ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? രാജ്യസഭയിലാണ്. കാരണം അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് നമ്മളുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കണം. എന്നിട്ട് രാജ്യസഭയിൽ അതൊരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സായിരിക്കണം. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എത്രയാണോ നമ്മളുടെ രാജ്യസഭയുടെ സ്ട്രെങ്ത്, ഫോർ എക്സാമ്പിൾ 245 ആണ്, അല്ലെങ്കിൽ 252 ആണ് നമ്മുടെ രാജ്യസഭയുടെ സ്ട്രെങ്ത് എന്ന് വിചാരിക്കുക. അതിന്റെ മെജോറിറ്റി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് അന്ന് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ആളുകളുടെ മെജോറിറ്റി അല്ല. അന്ന് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ആളുകളുടെ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഓർഡിനറി മെജോറിറ്റി. അതായത് 252 പേരുണ്ട്. പക്ഷെ ഇന്ന് സഭ കൂടിയപ്പോ 100 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പല പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ 100 ആളുകളുടെ മെജോറിറ്റിയിൽ, ഇന്ന് പ്രസന്റ് ആയിട്ടുണ്ടായിരുന്ന ആളുകളുടെ മെജോറിറ്റിയിൽ അല്ല പാസ്സാകേണ്ടത്. അങ്ങനെ പാസ്സാകുന്നതിനെ ഓർഡിനറി മെജോറിറ്റി എന്നാ പറയുന്നത്, കേവല ഭൂരിപക്ഷം എന്നാ പറയുന്നത്. പക്ഷേ ഇത് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ മെമ്പേഴ്സ് ദെൻ പ്രസന്റ്, അല്ലെങ്കിൽ വേക്കന്റ് ആയിട്ടുള്ള എല്ലാ സീറ്റുകളുടെയും, അതായത് 252 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ ആ 252 മെമ്പേഴ്സിന്റെയും മെജോറിറ്റി വേണം. വിച്ച് മീൻസ് ഒരു 150 അല്ലെങ്കിൽ 127 ആയിരിക്കും നോർമലി രാജ്യസഭയുടെ എന്ത് വരുന്നേ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ഒരു എഫക്റ്റീവ് മെജോറിറ്റിയിലായിരിക്കണം രാജ്യസഭയിൽ ഈ നിയമം പാസ്സാക്കേണ്ടത്. ദെൻ അത് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം ഈ റെസല്യൂഷൻ എങ്ങടേക്ക് പോകും? ലോകസഭയിലേക്ക് പോകും.
ഈ റെസൊല്യൂഷൻ ലോകസഭയിലേക്ക് പോകും. ലോകസഭ അതൊരു ഓർഡിനറി മെജോറിറ്റിയിൽ പാസ്സാക്കി വിട്ടാൽ മതി. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എവിടെയാണ്? രാജ്യസഭയുടെ അധിപനാണെങ്കിൽ, രാജ്യസഭയുടെ ചെയർമാൻ ആണെങ്കിൽ ലോകസഭ അതൊന്ന് അഫർമേറ്റ് ചെയ്ത് വിട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഇങ്ങനെ രണ്ട് സഭയിലും പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് പ്രസിഡന്റിന്റെ അടുത്തേക്ക് വരികയും പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്നുകൂടി ആലോചിച്ച്, വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു റെസൊല്യൂഷൻ രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ മാത്രമേ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, രാജ്യസഭയിൽ മാത്രമേ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ സ്റ്റാർട്ട് ഓൺലി ഇൻ രാജ്യസഭ. റിമൂവൽ ഇനീഷ്യേഷൻ തുടങ്ങേണ്ടത് രാജ്യസഭയിൽ മാത്രമായിരിക്കണം. രാജ്യസഭയിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എങ്ങനെയായിരിക്കണം അത് പാസ്സാകേണ്ടത്? എഫക്റ്റീവ് മെജോറിറ്റി, അതായത് അന്ന് നിലനിൽക്കുന്ന എത്ര പേരുണ്ടോ, വന്നിട്ടില്ല എന്നുള്ളതൊന്നുമല്ല, എത്ര പേര് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ ഉണ്ടോ ആ സീറ്റുകളുടെ മെജോറിറ്റി ആയിരിക്കണം എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാകണം. എന്നിട്ട് അതെങ്ങടേക്ക് പോകും? ലോകസഭയിലേക്ക് പോകും. ലോകസഭ അതെങ്ങനെ പാസ്സാക്കണം? ലോകസഭ അതിനെ ഓർഡിനറി മെജോറിറ്റിയിൽ ജസ്റ്റ് അഫേം ചെയ്ത് വിട്ടാൽ മതി. ദെൻ അത് പ്രസിഡന്റ് അടുത്ത് പോവുകയും പ്രസിഡന്റ് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ വേക്കൻസി ഫില്ലിങ്ങിനെ കുറിച്ചിട്ട്, അതായത് ഒരു പ്രസിഡന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വൈസ് പ്രസിഡന്റ് എത്ര നാൾക്കുള്ളിൽ വരണം? അതായത് പ്രസിഡന്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ദ്രൗപദി മുർമു ഇന്ന് റിസൈൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, വിത്തിൻ 6 months നമുക്ക് അടുത്ത ഒരു പ്രസിഡന്റ് വന്നിരിക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. വിത്തിൻ 6 months, അതായത് മാക്സിമം കാലാവധി 6 months. അതായത് ഇന്ത്യയിൽ ഒരു പ്രസിഡന്റ് ഇല്ലാതിരിക്കുന്ന ഒരു കാലാവധി 6 മാസത്തിൽ കൂടുതൽ പോകാൻ പാടില്ല. കാരണം നമ്മളുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് ആര്? പ്രസിഡന്റ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ വെച്ചിട്ടില്ല. വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടില്ല. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യണമെന്ന് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് വൈസ് പ്രസിഡന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പഠിച്ചു. ഇലക്ട്രൽ കോളേജ് ആണ്. ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും? കൺസിസ്റ്റിംഗ് ഓഫ് നമ്മളുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവും നോമിനേറ്റഡ് റെപ്രസെന്റേറ്റീവും. എവിടത്തെ? രാജ്യസഭയിലെയും ലോകസഭയിലെയും. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് നമ്മളുടെ ആളെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവാൻ പാടില്ല. രാജ്യസഭയിലെ മെമ്പർ ആവാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓഫ് കോഴ്സ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, ദെൻ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ദെൻ പ്രസിഡന്റിന്റെ കേസിൽ ആരാണ്? അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ദെൻ 5 കാരണങ്ങൾ കൊണ്ട് ഒരു സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റാം. ഒന്ന്, ടെന്യൂർ തീർന്നു കഴിഞ്ഞാൽ, 5 വർഷത്തെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയം റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർലമെന്റ് പ്രൊസീജിയർ വഴി റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ്, മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ 5 കാരണങ്ങൾ കൊണ്ട് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും റിമൂവ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറാം. ഓക്കെ, ദെൻ റിമൂവലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. റിമൂവൽ എങ്ങനെയാണ്? രാജ്യസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ റിമൂവല് രാജ്യസഭയിൽ എഫക്റ്റീവ് മെജോറിറ്റിയിലും ലോകസഭയിൽ ഓർഡിനറി മെജോറിറ്റിയിലും പാസ്സാകണം. രാജ്യസഭയിൽ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസത്തെ കാലാവധി കൊടുക്കണം. ദെൻ നമ്മളുടെ വൈസ് പ്രസിഡന്റിനെ കേൾക്കാനായിട്ടും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി കൊടുക്കണം. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ പോകുന്നത്. സോ ഒരു 15-day പ്രോസസ് ആയിരിക്കുള്ളൂ ഈ ഒരു റെസൊല്യൂഷൻ, റിമൂവൽ റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാകണം. ദെൻ ലോകസഭയിലേക്ക് വരുമ്പോൾ ഏത് മെജോറിറ്റിയിൽ പാസ്സാകണം? ലോകസഭയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഓർഡിനറി മെജോറിറ്റിയിൽ പാസ്സായാൽ മതി. ഇതാണ് നമ്മളുടെ ഒരു ടോട്ടൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എന്തെങ്കിലും ടൈം ലിമിറ്റ് റിമൂവലിന് ശേഷം അല്ലെങ്കിൽ റെസിഗ്നേഷന് ശേഷം എന്തെങ്കിലും ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രസിഡന്റ് ആണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ നടത്തിയിരിക്കണം. ഒരു പ്രസിഡന്റ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 മാസത്തിനുള്ളിൽ പുതിയൊരു പ്രസിഡന്റ് വരണം. പക്ഷേ ഇവിടെ അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇത് വാർത്തയിൽ വരും. പുതിയ പ്രസിഡന്റിനെ അവരോധിക്കേണ്ട സമയത്ത് വാർത്തയിൽ വരും. അപ്പൊ ഞാൻ വീണ്ടും അവിടെ ചോദിക്കും നിങ്ങളോട്. അത് ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കണം. അപ്പോ മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് നെക്സ്റ്റ് ദിവസങ്ങളിൽ ഇത് വാർത്തയിൽ വരും. അപ്പോഴും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം.
Okay, so the second article is related to for free trade agreement between India and UK. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ UK റിലേഷനിൽ നമ്മൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ എല്ലാ നിബന്ധനകളും നമ്മൾ പൂർത്തിയാക്കിയിട്ട് മെയ്യിൽ അത് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ വരുന്ന മാസം നമ്മളുടെ പ്രധാനമന്ത്രി UK പോകുന്നുണ്ട്. അവിടെ വെച്ച് അത് ഫൈനലൈസ് ആയിട്ട് അത് പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് സെക്കൻഡ് ആർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ്, അതായത് സർവീസസിന് കുറച്ചും കൂടി പ്രൊമിനൻസ് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സർവീസ് സെക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ്. ഈ വാർത്ത വായിച്ചു കഴിയുമ്പോൾ തുടക്കത്തിലുള്ളവർ എന്താണ് ഈ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ്? ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് ഈസ് സ്ട്രാറ്റജിക് ഓഫ് ഷോർ യൂണിറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പെർഫോം സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് യൂസിങ് ലോക്കൽ ടാലന്റ്. അതായത് വിദേശത്തുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനി അവരുടെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പോലെയുള്ള കൺട്രീസിൽ അവരുടെ ഓഫ് ഷോർ കേന്ദ്രങ്ങൾ, അതായത് അവരുടെ സ്ഥലത്തല്ലാത്ത പുറത്തെ സ്ഥലങ്ങളിൽ, ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ചില കേന്ദ്രങ്ങൾ തുറക്കും. അതായത് അവരുടെ ഒരു വിങ് തുറക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്. പെർട്ടിക്കുലർലി ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ടെലികോളിംഗ് സർവീസസും ദെൻ ബാക്ക് ഓഫീസ് വർക്കുകളും മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളുടെ ഇന്റർനെറ്റ് റെവല്യൂഷൻ സംഭവിച്ച് ഒരു 2010 ശേഷം അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാപ്പബിലിറ്റി സെന്റേഴ്സ് ആണ്. നമ്മളുടെ പലരും, നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാപ്പബിലിറ്റി സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്താ ചെയ്യുന്നത്? അതായത് പുറത്തെയുള്ള ഏതെങ്കിലും വലിയ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ റിക്വയർമെന്റ്സ്, ചിലപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടായിരിക്കും. അങ്ങനെയുള്ള ഡിഫറെന്റ് കൺസൾട്ടൻസി സർവീസസുകൾ ആര് വഴി ചെയ്യും? ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അല്ലെങ്കിൽ റിലയൻസിന്റെ പല പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അതായത് അവരുടെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഔട്ട്സോഴ്സിങ്. സിംപിളി അവരുടെ പ്രവർത്തനങ്ങളിൽ ചില ഭാഗങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തു തരും. അതിനെയാണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ആര്? മൾട്ടിനാഷണൽ കമ്പനീസ്. മനസ്സിലായോ എന്താണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് എന്ന്? മനസ്സിലായോ? അതായത് വലിയ വലിയ കമ്പനികൾ അവരുടെ ചില ഭാഗങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് സാധാരണയായിട്ടുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യലൈസ്ഡ് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സെന്റേഴ്സിനെയാണ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഈ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സിന്റെ പ്രാധാന്യം എന്താണ്? അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർവീസ് എക്സ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സർവീസുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. സോ സർവീസ് ട്രേഡിലാണ് നമ്മളുടെ ട്രേഡ്, നോർമൽ ഗുഡ്സിന്റെ ട്രേഡിനേക്കാളും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നത്. സോ നമ്മളുടെ UK ഇങ്ങനെയുള്ള സർവീസുകൾ, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UK ആണ് നമ്മളുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. അവിടെയുള്ള വലിയ വലിയ കമ്പനികൾ നേരിട്ട് നമ്മളുടെ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണല്ലോ. അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് ഈവൻ 10% ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് 10% വരെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. സോ സെക്കൻഡ് ലാർജസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ആരാണ്? നമ്മളുടെ UK ആണ്. സോ ഇവര് മേജർലി ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഇങ്ങനെയുള്ള ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ മേജർലി സർവീസ് സെക്ടേഴ്സ് ആണ്. സോ 1990, 2000 കാലഘട്ടങ്ങളിൽ ഈ സർവീസ് സെക്ടറിലോ അല്ലെങ്കിൽ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ്, വിഷൻ ചുരുങ്ങിയിരിക്കുകയായിരുന്നു. അവർ മേജർലി എന്ത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ബാക്ക് ഓഫീസ് യൂണിറ്റ്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ ഈ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി പോലുള്ള കാര്യങ്ങൾ. ഒരു കമ്പനിയുടെ കോർ ഇമ്പോർട്ടൻസിൽ പെടാത്ത കാര്യങ്ങൾ, അതായത് കോർ മാനേജീരിയൽ പൊസിഷനുകളിൽ പെടാത്ത കാര്യങ്ങളാണ്
എങ്ങടേക്ക് കൊടുത്തിരുന്നേ? ഔട്ട് സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നേ. ദെൻ 2010 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു 2010 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. കാരണം ഇന്ത്യയിലെ ബുദ്ധിമാന്മാരായ പിള്ളേരുകളുണ്ട്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുകൾ ചെയ്യുക, പുതിയ പ്രൊഡക്റ്റുകൾ ഇന്നോവേറ്റ് ചെയ്യുക, ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈം കോർ ഏരിയകളിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യം എവിടെ വന്നു? ഇങ്ങനെയുള്ള ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സിലേക്ക് വന്നു. സോ ഒരു ബാക്ക് ഓഫീസ് എന്നുള്ള കാലഘട്ടത്തിൽ നിന്നും എന്തേക്ക് വന്നു? കാപ്പബിലിറ്റിയുടെ സെന്റേഴ്സ് ആയിട്ട് മാറി. കാപ്പബിലിറ്റിയുടെ സെന്റേഴ്സ് ആയിട്ട് മാറി. ഓക്കെ, സോ എന്താണ്? രണ്ടു കൂട്ടർക്കും ഇത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആർക്കാണ്? നമ്മളുടെ MNCസിന്, മൾട്ടിനാഷണൽ കമ്പനീസിന് ബെനിഫിറ്റ് ഉണ്ട്. ലോക്കൽ എക്കോണമിക്ക് ഇതുമായിട്ട് ബെനിഫിറ്റ് ഉണ്ട്. ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുക. കാരണം നമുക്ക് ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉണ്ട്. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ കൂടുതൽ ആളുകളും യുവാക്കളാണ്. സോ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാനായിട്ടും അതുവഴി നമുക്ക് പണം കൂടുതൽ കൊയ്യാനായിട്ടും ഇവിടെ സാധിക്കും. സോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജോബ് ക്രിയേഷൻ ആണ്, നോളജ് ട്രാൻസ്ഫർ ആണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എഫിഷ്യൻസി ആണ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി അവർക്ക് കിട്ടും. ദെൻ മാർക്കറ്റ് ആക്സസ്, അവർക്ക് ഇവിടെ കച്ചവടത്തിന് ഉള്ള ഒരു സാധ്യത കൂടി തുറന്നു കൊടുക്കുകയല്ലേ ആണ്. സോ ഇതെല്ലാമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ കുറച്ചും കൂടി ഏരിയ സ്പെസിഫിക്, അതായത് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ സർവീസ് സെക്ടറിന് ഈ ഫോറിൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഞാൻ ഫോറിൻ എന്നാ പറയുന്നത്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരുന്നത് വഴി എന്താ ഗുണം? സർവീസ് സെക്ടർ ഒന്നും കൂടി ഫലഭൂയിഷ്ടമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു വാട്ട് ഈസ് ദ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ദ റൈറ്റ് ടു വോട്ട്. റൈറ്റ് ടു വോട്ടിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്താണ്? നമ്മൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ആർട്ടിക്കിളിനെ, ആ ഒരു പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒന്നും കൂടി ഊന്നി പറയുകയാണ്. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്? കേസ് ലോസിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ പ്രമുഖമായ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ. ഓക്കെ, കേസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവർക്ക് പറയാം. ഒരു കേസ് കോടതിയിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് വിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എക്സാമ്പിൾ ആയിട്ട് മാറും. വിച്ച് മീൻസ് ഇനി വരാൻ പോകുന്ന വിധികൾക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന നിയമങ്ങളും ആ കേസ് ലോസിന് അനുസൃതമായിട്ടാണ്, അല്ലെങ്കിൽ ആ കേസിന്റെ വിധിക്ക് അനുസൃതമായിട്ടായിരിക്കണം നിയമിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളെയാണ് കേസ് ലോസ് എന്ന് പറയുന്നത്. അതായത് വിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എക്സാമ്പിൾ ആയിട്ട് മാറും. സോ അങ്ങനെയുള്ള കേസ് ലോസിന്റെ എക്സാമ്പിൾ എല്ലാം നമ്മൾ ഇന്ന് റൈറ്റ് ടു വോട്ടിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് എനിക്ക് 4 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു റൈറ്റിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഒരു റൈറ്റ്, ഒരു അവകാശം. നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങളുണ്ട് ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു 18 വയസ്സ് പൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങളുണ്ട്? എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒന്ന്, നാച്ചുറൽ റൈറ്റ്സ്. അതായത് നിങ്ങൾക്ക് പ്രകൃതിയാൽ കിട്ടുന്ന ചില അവകാശങ്ങൾ, ഓടാൻ ചാടാനായിട്ടുള്ള അവകാശം, നീങ്ങാൻ, മൂവ്മെന്റിനുള്ള അവകാശം, എന്തെങ്കിലും ഉച്ചത്തിൽ വിളിച്ചു പറയാനായിട്ടുള്ള അവകാശം, ഇങ്ങനെയുള്ളതിനെ ലോകം അംഗീകരിച്ചിരിക്കുന്നത് നാച്ചുറൽ റൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ പക്ഷിമൃഗാദികളും നടക്കുന്നുണ്ട്, ഇഴയുന്നുണ്ട്, അവർ ഒച്ച വെക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യനും ചെയ്യാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഓക്കെ, അതിനെയാണ് നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കേട്ടിട്ടുള്ള വേറെ റൈറ്റ് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ദെൻ വേറൊരു റൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. ഏതെങ്കിലും നിയമത്തിൽ പ്രഖ്യാപിക്കുന്ന റൈറ്റുകൾ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റുകൾ. ദെൻ അത് കൂടാണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് കൂടിയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ 4 റൈറ്റുകൾ ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ റൈറ്റുകൾ, അതായത് നാച്ചുറൽ റൈറ്റിനെയും ഫണ്ടമെന്റൽ റൈറ്റിനെയും ഒന്നിച്ചാ പറയുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3-ാം ഭാഗം പാർട്ട് 3-ലാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റുകൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചിട്ട് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു എക്സ്പ്രഷൻ, അങ്ങനെ ഡിഫറെന്റ് റൈറ്റുകൾ നമ്മൾ അവിടെ പറയുന്നുണ്ട്. മൈനോറിറ്റി റൈറ്റുകൾ, റിലീജിയസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള റൈറ്റുകൾ, റൈറ്റ് ടു ലീവ്, അങ്ങനെ ഒരുപാട് റൈറ്റുകൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെ?
ഫണ്ടമെന്റൽ റൈറ്റുകൾ, അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദെൻ ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പാർട്ട് 3 12 മുതൽ 35 വരെ സ്ഥലങ്ങളിൽ പറയാതെ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്ന അവകാശങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാതെ നമുക്ക് ഒരു ടാക്സ് ഈടാക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 243 മുതൽ 243 അല്ല 280 അടുത്ത് വരുന്ന ആർട്ടിക്കിളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എന്റെ മേലെ ഒരു ടാക്സ് ചുമത്തണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു അതോറിറ്റി പറഞ്ഞിട്ടായിരിക്കണം. നാളെ നീ ഒരു 30 രൂപ കൊണ്ട് എന്നിട്ട് അടച്ചേ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ഈടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അനന്ത IAS അക്കാഡമിയിൽ നിങ്ങൾ വരുന്നു, ഇവിടെ അക്കാഡമിക് കൗൺസിൽ പറയുകയാണ് നാളെ നിങ്ങൾ വരുമ്പോൾ ടാക്സ് ആയിട്ട് ഒരു 500 രൂപ കൊണ്ടുവരണം, അത് നമ്മളുടെ ഒരു ടാക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. ഓക്കെ, ദെൻ വേറെ എന്താണ്, നമ്മളുടെ ലാൻഡ് ഓണർഷിപ്പിനുള്ള റൈറ്റ്, അല്ലെങ്കിൽ ലാൻഡ് ഓണർഷിപ്പിനുള്ള റൈറ്റ് എന്ത് റൈറ്റ് ആണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഫോർ എക്സാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ആർട്ടിക്കിൾസിൽ, അതായത് പാർട്ട് 3 പറയാതെ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ള റൈറ്റുകളെയാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റ് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള റൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ക്ലിയർ ആയല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന റൈറ്റുകളെയാണ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റുകൾ, ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുള്ള റൈറ്റുകളെയാണ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 റൈറ്റുകളാണ്, 4 റൈറ്റ് ഉണ്ട്, അത് നാച്ചുറൽ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ 3 റൈറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ദെൻ ഇവിടെ പ്രശ്നം എന്താണ്? നമ്മളുടെ വോട്ടിംഗ് റൈറ്റ്, വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം എന്തിലാ പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം? നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ളത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 326 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്യാനായിട്ടുള്ള മിനിമം പ്രായം 18 വയസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു അവകാശമുണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതായത് 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ട് ചെയ്തേ അടങ്ങൂ എന്നൊരു അവകാശം നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ദെൻ 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടില് സെക്ഷൻ 19 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 16 കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 19 കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 21 കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 19 പറയുന്നത് എന്താണ്? നിങ്ങൾ 18 വയസ്സ് പൂർത്തിയായ ഒരു ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് അല്ല എന്നുള്ളത് ഡിസ്ക്വാളിഫിക്കേഷന് പാത്രമാകില്ല എന്നുള്ളതാണ് സെക്ഷൻ 19 പറയുന്നത്. ഓക്കെ, സോ അവിടെയും ഒരു അവകാശം പറഞ്ഞിട്ടുണ്ടോ? ഇത് കോടതിയിലെ ചോദ്യമായി. എന്താണ് ഞങ്ങളുടെ വോട്ടിംഗ് റൈറ്റിന്റെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് കോടതിയിൽ ഒരു ചോദ്യമായി. സോ 1952 തന്നെ ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചു. NP പൊന്നുസ്വാമി കേസ്, 1982 NP പൊന്നുസ്വാമി കേസ്. ഈ കേസിൽ കോടതി വിധി പറഞ്ഞു ഇത് നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് മാത്രമാണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റിൽ ഞങ്ങൾ നോക്കിയപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റു ഭാഗത്ത് നോക്കിയപ്പോഴും ഇത് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്, നിങ്ങൾക്ക് ഒരു നിയമത്തിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ദെൻ വീണ്ടും ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ജ്യോതി ബാസു കേസിൽ, ജ്യോതി ബാസു ആരാണ്? ജ്യോതി ബാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ CM ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അനിഷേധനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈ ജ്യോതി ബാസു. സുന്ദരയ്യ പുന്നപ്ര വയലാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2019 കാലങ്ങളിൽ നമ്മളുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് ആക്ടിനെതിരെയുള്ള പ്രൊട്ടസ്റ്റില് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉയർന്നു കേട്ട ഒരു 3 പേരുകളിൽ ഒന്നാണ് ജ്യോതി ബാസു, സുന്ദരയ്യ ആൻഡ് പുന്നപ്ര വയലാർ. സോ പറഞ്ഞുള്ളൂ. സോ ആ ജ്യോതി ബാസു തന്നെയാണ് ഈ ജ്യോതി ബാസു കേസിൽ 1982 എന്ത് പറഞ്ഞു? അത് സിംപിളി സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് തന്നെയാണ്. അതായത് പൊന്നുസ്വാമിയിൽ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ജ്യോതി ബാസു കേസിലും പറഞ്ഞത്. ദെൻ മേജർ ഒരു ചേഞ്ച് വരുന്നത് PUCL കേസിലാണ്. അതായത് PUCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് പബ്ലിക് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് തോന്നുന്നു. P ഫോർ പബ്ലിക് ആണോ പേഴ്സൺ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സോ സിവിൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ PUCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. PUCL കേസിൽ എന്താ പറഞ്ഞേ? PUCL കേസിൽ ജസ്റ്റിസ് പറഞ്ഞു 2003 ഇത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറഞ്ഞ് ചുരുക്കാനായിട്ട് പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 326 പറയുന്നുണ്ട് ഇത്
കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 326 പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. ഓക്കെ, സോ PUCL കേസിൽ എന്ത് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ കുൽദീപ് നായർ കേസിലെ, കുൽദീപ് നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. സോ ഇന്ത്യ കണ്ട ഒരു പ്രമുഖ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കേസിൽ, അദ്ദേഹം റിലേറ്റഡ് ആയിട്ടൊരു കേസിൽ വന്നപ്പോൾ ഇവരെന്ത് പറഞ്ഞു? അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒന്നുമല്ല, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു. ദെൻ രാജ്പാല കേസിൽ വന്നപ്പോൾ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ എന്നുള്ളതാണ് ഇത് കണ്ടിട്ട് നമുക്ക് കോടതിയോട് പറയാനായിട്ടുള്ളത്. മറ്റേ മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ പറയത്തില്ലേ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ. അതുപോലെ തന്നെ ഇവർ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ എന്നിങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ നിയറസ്റ്റ് കേസ്, ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള 3 കേസ് മറന്നുപോയി കഴിഞ്ഞാലും ഈ അനൂപ് ബരൻവാൾ കേസ് മറന്നു പോകരുത്. അനൂപ് ബരൻവാൾ എഴുതി വെക്കുക. അരുൺ ബരൻവാൾ എന്ന് പറഞ്ഞ 2023 ഒരു കേസ് നടന്നു. ആ കേസിൽ എന്ത് പറഞ്ഞു? ആ കേസിലും അവർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ കുൽദീപ് നായർ പറഞ്ഞ വിധിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. രാജാബാലയുടെ അല്ലെങ്കിൽ രാജ്പാല കേസിലെ വിധി ഞങ്ങൾ തിരുത്തുകയാണ്. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് മാത്രമാണ്, അല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല. പക്ഷേ ഇതിനെ എതിർത്തിട്ട് ഒരു ജഡ്ജ് മാത്രം അതിനെ ഡിസെൻഡ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്തു. അതിനെ ഡിസെൻഡ് ചെയ്തുകൊണ്ട് അജയ് റസ്റ്റോഗി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് മാത്രം വോട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. കാരണം എന്താണ്? റൈറ്റ് ടു എക്സ്പ്രഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണാധികാരികളോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ യോജിപ്പ്, എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണല്ലോ ഈ വോട്ട് ചെയ്യല്. സോ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടോ ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ പെടുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ നോട്ട് ചെയ്തു വെച്ചു. പക്ഷെ അത് മെജോറിറ്റിയിൽ പാസ്സായില്ല. അതുകൊണ്ട് മാത്രം അത് എന്തായില്ല, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയില്ല. പകരം ഇപ്പോഴും അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? അതിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അതായത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അവകാശം മാത്രമാണ്, അല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റോ ഫണ്ടമെന്റൽ റൈറ്റോ അല്ല. ഓക്കെ, ഇതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് വന്നില്ല. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന്റെ ഇറർ കാരണം. ഇപ്പോൾ നമ്മൾ ബീഹാറില് ഇന്റൻസീവ് റിവിഷൻ നടക്കുകയാണല്ലോ, അവിടെയുള്ള ക്ലറിക്കൽ ഇറർ കാരണം 2 പേര് വോട്ടർ ലിസ്റ്റിൽ പേര് വന്നില്ല. അവർക്ക് നേരെ കോടതിയിലേക്ക് പോകാം. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോകാം. അങ്ങനെ ഒരു 10 ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ആളുകളുണ്ട്. ഇവരെല്ലാവരും കോടതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ഷൻ പ്രോസസ്സ് കൂട്ടുന്നു. സോ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി കൂടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടും അംഗീകരിക്കാതിരിക്കുന്നത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിലനിർത്തുന്നത്. സോ ഇത് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അജയ് റസ്റ്റോഗി പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനെ അംഗീകരിക്കണമെങ്കിൽ എന്തുണ്ട്? പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. കാരണം ഒരാളുടെ ഇറർ നമ്മുടെ വോട്ട് ഇലക്ഷൻ പ്രോസസ്സിനെ നിർത്താനായിട്ട് സാധിക്കും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിനെ ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ ബ്യൂറോക്രാറ്റുകൾ നോക്കുക. സോ അതിനെ എപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതിപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് തന്നെയാണ്. ഓക്കെ, ഫോർത്ത് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കോപ്പിറൈറ്റ്. ഇപ്പോ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കോപ്പിറൈറ്റും സംബന്ധിച്ചിട്ടുള്ളത്. നമുക്ക് ഈ രണ്ടും എന്താണെന്ന് നോക്കണം. ഇതെങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് നോക്കണം. എന്താണ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാൾ നിർമ്മിച്ച ഏതെങ്കിലും ഒരു വസ്തു മറ്റൊരാൾ പുനർനിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിനോ സംബന്ധിച്ചിട്ടുള്ള നിയമമാണ് കോപ്പിറൈറ്റ്. അതായത് പകർപ്പവകാശം, പകർപ്പിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പകർപ്പവകാശ നിയമം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ലോ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ട് ഒരാൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് റീപബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങൾ ഈ കോപ്പിറൈറ്റ് ആക്ടിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്.
ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിൽ എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്? നമുക്ക് നോക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നതെന്ന്. അതിനു മുൻപ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ ജനറേറ്റീവ് എ ഐകൾ, അതായത് ഒരു കാര്യം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള എ ഐസിനെയാണ് ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി. ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾ എന്താ ചെയ്യുക? ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഒരു ഇമെയിൽ ജനറേറ്റ് ചെയ്ത് തരൂ. അവരെന്താ ചെയ്യുക? ജനറേറ്റ് ചെയ്ത് തരുന്നു. അല്ലെങ്കിൽ ഒരു കഥ ജനറേറ്റ് ചെയ്ത് തരൂ. അങ്ങനെയുള്ള ജനറേറ്റീവ് എ ഐസിനെയാണ്, അങ്ങനെയുള്ള ജനറേറ്റ് ചെയ്യുന്ന പർപ്പസിനെ വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് ജനറേറ്റീവ് എ ഐസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് എ ഐ ഉണ്ട്, അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എ ഐസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് എ ഐ മോഡലുകൾ കറന്റ് ഉണ്ട്. അപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഈ നോളജ് അക്വയർ ചെയ്യുന്നത്? അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. അതായത് പല പല കഥകളെ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പല പല ഇൻപുട്ടുകൾ ഇത് സ്വയം അനലൈസ് ചെയ്യും. ആര്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഇത് തന്നെ ജനറേറ്റ് ചെയ്തു തരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കൊച്ചു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരികയുള്ളൂ. സോ പണ്ട് മുതലേ എ ഐ ഇപ്പോഴാണ് നമ്മൾക്ക് പോപ്പുലർ ആയത്. പക്ഷേ 2016-17 കാലഘട്ടങ്ങളിൽ മുതലേ ഈ എ ഐസ് ഉണ്ട്. അവരവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സ്വയം പഠിക്കാനായിട്ടുള്ള കഴിവുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യം അത് അക്വയർ ചെയ്തിട്ട് പഠിക്കാനായിട്ടുള്ള നോളജും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയ കോപ്പി റൈറ്റിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനാവശ്യമുള്ള ഡാറ്റകൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? വെബ് പോർട്ടലുകളിൽ നിന്നായിരിക്കും, വെബ്സൈറ്റുകളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളിൽ നിന്നായിരിക്കും. ഇതിന് ഈ ഒരു എ ഐ മോഡലിന്, ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി ആണ്, ഓപ്പൺ എ ഐ ആണെന്ന് വിചാരിക്കുക. ചാറ്റ് ജി പി ടിയുടെ പാരന്റ് കമ്പനിയാണ് ഓപ്പൺ എ ഐ. ഓപ്പൺ എ ഐക്ക് ഇതിന്റെ ഉടമസ്ഥര് അവകാശം കൊടുത്തിട്ടുണ്ടാവൂ. ചിലപ്പോൾ ഫ്രീ സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവകാശം കൊടുത്തിട്ടുണ്ടാവില്ല, കോപ്പി റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. സോ അവിടെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ലേ? അവിടെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു കൊച്ചു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഡാറ്റാബേസുകൾ അത് കോപ്പി റൈറ്റിന്റെ പരിധിയിൽ വരുമോ? ചിലത് ഓപ്പൺ സോഴ്സിലായിരിക്കാം. ഓപ്പൺ സോഴ്സിലുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഓപ്പൺ സോഴ്സിൽ അല്ലാത്തത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റിൽ വരുമോ ഇല്ലയോ? ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. അതായത് നിങ്ങൾ ഗിബ്ലി ഫിൽട്ടർ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ, വാട്സപ്പ് ഡി പിയിലും ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസുകളിലും നിങ്ങൾ ഇട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ ഗിബ്ലി ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളൊരു പിക്ചർ ചാറ്റ് ജി പി ടിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എ ഐ മോഡലിന് അയച്ചു കൊടുത്തിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൂടി കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ഗിബ്ലി ഫിൽട്ടർ ഇമേജിലേക്ക് ഈ പിക്ചറിനെ കൺവേർട്ട് ചെയ്യുക. സോ ഈ ഗിബ്ലി പിക്ചർ ആയിട്ട് ഈ ഒരു പിക്ചറിനെ ആര് ചാറ്റ് ജി പി ടി റീജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. ഈ പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഗിബ്ലി ഫിൽട്ടർ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി ക്രിയേറ്റ് ചെയ്തെടുത്ത തനതായിട്ടുള്ളൊരു ഫിൽട്ടർ ആണോ, അല്ലെങ്കിൽ തനതായിട്ടുള്ളൊരു ആർട്ടാണോ, അല്ലെങ്കിൽ തനതായിട്ടുള്ളൊരു ക്യാരക്ടർ ആണോ? അല്ല. ഗിബ്ലി ഫിൽട്ടർ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി സ്വയമേ നിർമ്മിച്ചെടുത്ത ഒരു കാര്യമല്ല. മുന്നേയുള്ള ഗിബ്ലി കാർട്ടൂണുകൾ, അല്ലെങ്കിൽ അതിനെ കാർട്ടൂൺ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഗിബ്ലി ഇമേജസുകൾ, അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം ആദ്യം ചാറ്റ് ജി പി ടി പോലെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകൾ അല്ലെങ്കിൽ ജനറേറ്റീവ് എ ഐകൾ ഇത് പഠിച്ചു. എന്നിട്ടാണ് ഈ ഗിബ്ലി ഇമേജ് തിരിച്ച് നമുക്ക് റിട്ടേൺ തരുന്നത്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത് തരുന്നത്. സോ ഇവിടെ ഈ ഒരു ഗിബ്ലി ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞ ഒരു ഫോട്ടോ, അതിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആള് ആരാണ്? ചാറ്റ് ജി പി ടി ആണോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ, അല്ലെങ്കിൽ
ഒറിജിനലി നമ്മളുടെ ഗിബിലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത ജപ്പാൻകാരനായിട്ടുള്ള ആളാണോ? അതായത് ചാറ്റ് ജി പി ടി ആണോ, അല്ലെങ്കിൽ ഇത് ചാറ്റ് ജി പി ടിക്ക് മുന്നേ ഈ ഗിബിലി ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഗിബിലി കാർട്ടൂൺ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത ജപ്പാൻകാരനായിട്ടുള്ള ആളാണോ? ഇതാണ് ഇവിടുത്തെ മേജർ പ്രോബ്ലം. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ഗിബിലി ഫിൽട്ടർ നമ്മൾ ഇട്ടു, പക്ഷെ അത് നമുക്ക് തന്നതാരാണ്? നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നതാരാണ്? നമ്മളുടെ ചാറ്റ് ജി പി ടി ആണ്. പക്ഷേ ചാറ്റ് ജി പി ടി അത് സ്വയമായിട്ട് വായുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു കാര്യമാണോ? അല്ല. ഇതിനു മുൻപേ ഗിബിലി ഇമേജുകൾ ഉണ്ട്, ഗിബിലി ഫിൽട്ടറുകൾ ഉണ്ട്, ഗിബിലി ക്യാരക്ടർ ഉണ്ട്. സോ ഇതിന്റെ റൈറ്റ്, ഇത് ഉപയോഗിക്കാനായിട്ടുള്ള റൈറ്റ് ആർക്കാണ്? അതിന്റെ ഒറിജിനൽ ഓണർക്കാണോ അതോ ചാറ്റ് ജി പി ടിക്കാണോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. സിമ്പിൾ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനെയാണ് കോപ്പിറൈറ്റ്. സോ ഇവിടെ 3 കേസ് ലോസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവിനെ നമ്മൾ കാണുന്നത്. പെർട്ടിക്കുലർലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോപ്പിറൈറ്റ് ആക്ട് 1957 കോപ്പിറൈറ്റ് ആക്ട് ആണ്. ഇതിൽ ആരും റിപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കോപ്പിറൈറ്റുകളിലും ഉള്ള ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഫെയർ യൂസ്. അതായത് നമുക്ക് ഒരു സാധനം റിപ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ അത് ഫെയർ യൂസിനായിരിക്കണം എന്നുള്ളതാണ് ലോകത്തെ എല്ലാ കോപ്പിറൈറ്റ് ആക്ടുകളിലും പ്രതിപാദിക്കുന്ന ഒരു കാര്യം. അത് ഇന്ത്യയിലും പ്രതിപാദിക്കുന്നുണ്ട്. 1957 എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോയിട്ട് ഇന്റർനെറ്റ് പോലും നേരാവിധം വരാത്തൊരു കാലത്തുള്ള ഒരു നിയമമാണ് നമ്മുടേത്. സോ അത് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മാറിയ നൂതന സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളില്ല. ലോകത്തെ പല കൺട്രീസിനും കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ കുറവാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ US-ന്റെ ലാൻഡ്മാർക്ക് റൂളിങ്ങുകളുമായിട്ട്, ഇപ്പോൾ കറന്റ് വാർത്തയിലുള്ള US-ന്റെ ലാൻഡ്മാർക്ക് റൂളിങ്ങുകളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. 3 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിക്കെതിരെയാണ് ഈ 3 നിയമങ്ങളും അല്ലെങ്കിൽ 3 റൂളിങ്ങുകളും വന്നിരിക്കുന്നത്. അത് റോസ് ഇന്റലിജൻസ്, ദെൻ ആന്ത്രോപിക് എന്ന് പറയുന്ന ആന്ത്രോപിക് AI എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, മൾട്ടിനാഷണൽ കമ്പനിയുണ്ട്. ദെൻ മെറ്റ, ഫേസ്ബുക്കിന്റെ മെറ്റ, അവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഈ 3 കമ്പനിക്കെതിരെയും ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ട് ചില ക്ലെയിമുകൾ വന്നിരിക്കുകയാണ്. അതിൽ ജഡ്ജ്മെന്റുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദെൻ എന്താണ് ഫസ്റ്റ് കേസ് എന്ന് നമുക്ക് നോക്കാം. അതായത് റോസ് ഇന്റലിജൻസിന്റെ കേസസിൽ സ്റ്റേറ്റ് പറഞ്ഞൊരു കാര്യം, റോസ് ഇന്റലിജൻസിന് എതിരായിട്ടാണ് അവിടെ US ഫെഡറൽ കോടതി അല്ല, സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കോടതിയാണ് ഈ ഒരു ഡിക്ലറേഷൻ വന്നത്. അതായത് റോസ് എയുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? റോസ് അലിജിങ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് വെറ്റ്സ്ലോസ് പ്രൊപ്രൈറ്ററി ഹെഡ് നോട്ട്സ്. സോ റോസ് എയുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രൊപ്രൈറ്ററി ഹെഡ് നോട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്തു. ദ കോർട്ട് ഹെൽഡ് അഗെയിൻസ്റ്റ് റോസ് ഇന്റലിജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആര് നിന്നു? കോടതി നിന്നു. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടാണ് ഇവര് യൂട്ടിലൈസ് ചെയ്തത് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആന്ത്രോപിക് AIയുടെ കേസിൽ വന്നപ്പോ കോടതി പറഞ്ഞു, നിങ്ങൾക്ക് ഫെയർ യൂസിന്റെ കാര്യത്തിൽ, അതായത് ഫെയർ യൂസ് എന്ന് പറഞ്ഞൊരു ക്ലെയിം ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 52, സെക്ഷൻ 52 ഇന്ത്യൻ നിയമത്തിലാണെങ്കിൽ, പുറത്ത് നിയമങ്ങളിലും ഫെയർ യൂസിന് ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇവരുടെ യൂസിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ പറയുന്നത്, ഒരു കുട്ടി ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ പഠിക്കുന്നത് പോലെയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുസ്തകങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റാസ് ഗ്യാദർ ചെയ്തിട്ട് ഇൻഫോർമേഷൻസ് മെമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ ഫെയർ യൂസ് ആയിട്ട് കണക്കാക്കാം. എങ്കിലും നിങ്ങൾ ആ പുസ്തകത്തിന്റെ പൈസ കൊടുക്കണം. പുസ്തകത്തിന്റെ പൈസ കൊടുത്തിട്ടേ ആ പുസ്തകം പഠിക്കാൻ പാടുള്ളൂ. സോ ഇവിടെ 2 യുദ്ധം വന്നു. ഒറിജിനൽ ക്രിയേറ്ററും ഉണ്ട്, അതായത് ഗിബിലി ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്ത ഒറിജിനൽ ജപ്പാൻകാരനായിട്ടുള്ള ക്രിയേറ്റർ ഉണ്ട്. ദെൻ ആരുണ്ട്? ചാറ്റ് GPT ഉണ്ട്. ആന്ത്രോപിക്കിന്റെ കേസിൽ പറഞ്ഞു, നിങ്ങളുടെ ജനറേറ്റീവ് AIന് ക്രിയേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അത് ഫെയർ യൂസിന്റെ അണ്ടറിൽ വരും, പക്ഷേ നിങ്ങൾ ഒറിജിനൽ പ്രൈസ് കൊടുത്തിരിക്കണം. ഓക്കെ, ഒറിജിനൽ പ്രൈസ് കൊടുത്തിരിക്കണം. ദെൻ ഇപ്പോൾ ആന്ത്രോപിക്കിന്റെ കേസിൽ, അതായത് നമ്മളുടെ ചാറ്റ് GPT അല്ലെങ്കിൽ ജനറേറ്റീവ് AIനെ അനുകൂലിച്ചുകൊണ്ടാണ് ആന്ത്രോപിക്കില് വിധി വന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ തേർഡ് കേസ് മെറ്റയ്ക്കെതിരെയുള്ള ഒരു കേസായിരുന്നു. മെറ്റയ്ക്കെതിരെയുള്ള കേസിലും മെറ്റയ്ക്ക് ഫേവർ ചെയ്തുകൊണ്ട് മെറ്റ റിലേറ്റഡ് ആയിട്ടാണ് നമ്മളുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്.
സോ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവര് ഇതിന് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെറ്റ ഇങ്ങനെയുള്ള ഡാറ്റാബേസുകൾ യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. അതായത് നമ്മളുടെ ആന്ത്രോപിക്കിന്റെ കേസിൽ പറഞ്ഞ അതേ റീസൺ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദ ആക്ഷൻ വാസ് സീൻ ആസ് ഫെയർ യൂസ് ബട്ട് ദ ജഡ്ജ് emphasized that ongoing concerns remaining about unauthorized data harvesting. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഹാർവെസ്റ്റിംഗ് ആണ് ഇവിടെ പ്രശ്നം. അതായത് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടി ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പഠിക്കുന്ന പോലെ അതിൽ നിന്ന് അദ്ദേഹം ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ക്രിയേഷനുകൾ നടത്തുന്നു. ഓക്കെ, ഒരു ലൈബ്രറിയിൽ പോയിരുന്ന് ഒരു സാധാരണ കുട്ടി പഠിക്കുന്നത് പോലെയാണ് ആര് ജനറേറ്റീവ് AI-കൾ പഠിക്കുന്നത്. അവർക്ക് അതിൽ നിന്ന് പുതിയ ക്രിയേഷനുകൾ കൊണ്ടുവരാം, ഡിസ്കവർ ചെയ്യാം. പക്ഷേ ആ ലൈബ്രറിയിലേക്ക് ചെയ്യേണ്ട പേയ്മെന്റ് ഉണ്ടല്ലോ, കുട്ടി ലൈബ്രറിയിൽ പോകുമ്പോൾ ലൈബ്രറിക്ക് പേ ചെയ്യേണ്ട പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുട്ടി ഒരു പുസ്തകം വാങ്ങിച്ച് പുസ്തകം പഠിക്കുമ്പോൾ ആ പുസ്തകത്തിന് കൊടുക്കേണ്ട പൈസ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊടുക്കണം. അല്ലാണ്ട് അൺഓതറൈസ്ഡ് ഡാറ്റ ഹാർവെസ്റ്റിംഗ് ഇവിടെ നടക്കില്ല എന്നാണ് മെറ്റയുടെ കേസിലും പറഞ്ഞത്. സോ ഇവിടെ ഇങ്ങനെ ഒരു 3 കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പ്രോബ്ലമാറ്റിക് ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് 1 നമ്മളുടെ ഒറിജിനൽ ക്രിയേറ്ററും, 2 ഈ ജനറേറ്റീവ് AI-കളും. സോ നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ AI സബ്മിറ്റുകൾ നടത്തുന്നുണ്ട്, AI സേഫ്റ്റി സബ്മിറ്റുകൾ നടത്തുന്നുണ്ട്. അവിടെയെല്ലാം വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് ഈ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ട്. ആരാണ് ഈ ഒരു ഉൽപാദനത്തിന്റെ, ഈ ഒരു സൃഷ്ടിയുടെ യഥാർത്ഥ അവകാശി എന്നുള്ളത് പ്രോബ്ലം വരും. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേസിലാണെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഡാറ്റാസ് അൺഓതറൈസ്ഡ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട്, അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള കോപ്പിറൈറ്റുകൾ കൊടുക്കാതെ ഇവര് ഡാറ്റ ലാർജ് ലാംഗ്വേജ് മോഡലുകളെ ട്രെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജർമ്മനിയിലാണ് ഈ അടുത്തൊരു പ്രോബ്ലം ഉണ്ടായി. അവിടുത്തെ സാധാരണ പെയിന്റേഴ്സും സാധാരണ ആർട്ടിഷ്യൻസും ഇതിനെതിരെ സമരം ചെയ്യാനായിട്ട് തുടങ്ങി. ജർമ്മനിയിലാണോ ഫ്രാൻസിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ജർമ്മനിയിലാണ് എന്നാണ് എന്റെ വിശ്വാസം. സോ ഇങ്ങനെയുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഇവരുടെ പെയിന്റിങ്സുകളെ ചൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് പൈസ കൊടുക്കാണ്ട് ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നടക്കാൻ പാടില്ല. സോ കൃത്യമായിട്ടുള്ള, അതായത് നമ്മളുടെ ആന്ത്രോപിക്കിന്റെ കേസിൽ, ആന്ത്രോപിക് AI-യുടെ കേസിൽ വന്നിരിക്കുന്ന വിധിയെ പോലെ തന്നെ നമ്മൾ ഒരു കുട്ടിയാണ്, അവർക്ക് ജനറേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫെയർ വാല്യൂ അവിടെ കൊടുത്തിരിക്കണം. നിങ്ങൾ ഫെയർ യൂസിനായിരിക്കണം ചെയ്തേണ്ടിയിരിക്കുന്നത്. ദെൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട കോപ്പിറൈറ്റ് പേയ്മെന്റുകൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നിസാർ, സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് സാറ്റലൈറ്റുകളും അതിന്റെ ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും. അതിൽ നമ്മൾ നിസാർ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ് ഈ ജൂലൈ 30 നാസയും ISRO-യും ചേർന്ന് സിന്തറ്റിക് അപ്പാച്ചർ റഡാർ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് നമ്മളുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളതാണ്? നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസയും, അമേരിക്കയുടെ നാസയും, ദെൻ ഇന്ത്യയുടെ ISRO-യും അല്ലെങ്കിൽ ഇസ്രോയും ചേർന്നിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. 2014 ഈ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നത്. 2025 2024 ഇത് ആദ്യം വിക്ഷേപണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും 2025 ജൂലൈ 30 അത് അവസാനം നീണ്ടു. ദെൻ അമേരിക്കയിലെ ചില ഭാഗങ്ങൾ നിർമ്മിക്കുകയും അത് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ നിന്ന് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 2 ആണ് ഇത് വിക്ഷേപിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? കഴിഞ്ഞ ദിവസം നമ്മളുടെ ഗഗനയാൻ വിക്ഷേപിക്കുന്നത് ഏതാണ്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. ഇവിടെ ഏതാ യൂസ് ചെയ്യുന്നത്? ലോഞ്ച് വെഹിക്കിൾ ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 2 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഏത് ഓർബിറ്റിലേക്കാണ് പോകുന്നത്? ലോ എർത്ത് ഓർബിറ്റ്. ഞാൻ 3 തട്ടായിട്ട് ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ഓർബിറ്റുകളെ തരംതിരിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലോ എർത്ത്, മീഡിയം എർത്ത്, ഹൈ എർത്ത് ഓർബിറ്റുകൾ. ഓക്കെ, അതിൽ ലോ എർത്ത് ഓർബിറ്റിലാണ് ഇത് പോകുന്നത്. എത്ര കിലോമീറ്റർ വരെ ആയിരിക്കും മാക്സിമം? അപ്പോൾ 2000 കിലോമീറ്റർ ഉള്ളിലായിരിക്കും ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് മാക്സിമം അറ്റ്മോസ്ഫിയറിന്റെ പുറത്ത് ഒരു 2000 കിലോമീറ്റർ മാത്രമേ ലോ എർത്ത് ഓർബിറ്റ് ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? ദെൻ ഇതിനെ ഈ പേരൊന്ന് നോക്കി, എന്താണ്? നാസ ISRO സിന്തറ്റിക് അപ്പാച്ചർ റഡാർ എന്നാ പറയുന്നത്. എന്താണ് ഈ SAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് എന്തിനു വേണ്ടിയാണ് അവന്മാർ ലോഞ്ച് ചെയ്യുന്നത്?
അതായത് ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്ന ജിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വെതർ കണ്ടീഷനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ നമ്മൾ വിടുന്നത്. ഓക്കെ, ഇതിനെ രണ്ട് റഡാറുകൾ ഉണ്ട്, എൽ റഡാർ ആൻഡ് എസ് റഡാർ എന്ന് പറഞ്ഞ രണ്ട് റഡാറുകൾ ഉണ്ട്, എൽ ബാൻഡ് റഡാർ ആൻഡ് എസ് ബാൻഡ് റഡാർ. എന്താണ് ഈ സിന്തറ്റിക് അപ്പാച്ചർ റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സിന്തറ്റിക് അപ്പാച്ചർ റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ടുള്ള മറ്റൊരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ നോർമലി ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ്? ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചം ക്യാമറയിൽ അടിക്കുകയും അത് ഫോട്ടോ ആയിട്ട് മാറുകയും ചെയ്യും. വെളിച്ചമില്ലാത്ത മുറിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ വെളിച്ചം കാരണമാണ് ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അപ്പോ നമ്മൾ എർത്തിന്റെ ക്രസ്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സാറ്റലൈറ്റ് മുകളിലേക്ക് വിടുകയാണ്. നിസാർ എന്ന് പറഞ്ഞ് പേരിട്ടൊരു സാറ്റലൈറ്റ്. അതവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണമല്ലോ, എർത്തിന്റെ ക്രസ്റ്റിനെ കുറിച്ചിട്ടും എർത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ടും ഫോട്ടോ എടുക്കണം. സോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റഡാറിനെയാണ് സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ ഫോട്ടോ എടുക്കുകയല്ല ചെയ്യുന്നത്. അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചുള്ള ഫോട്ടോ അല്ല, അതായത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഫോട്ടോ അല്ല. പകരം പല റേഡിയേഷനുകൾ, ഫോർ എക്സാമ്പിൾ എൽ ബാൻഡ് റഡാറുകൾക്ക് വഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന റേഡിയേഷനുകൾക്ക് അനുസരിച്ചാണ് ഇത് ഫോട്ടോ എടുക്കുന്നത്. സോ ഈ റഡാറിന്റെ ഉപയോഗം എന്താണ്? സിന്തറ്റിക് അപ്പാരച്ചർ റഡാറിന്റെ ഉപയോഗം എന്താണ്? അതായത് ചിത്രങ്ങൾ പകർത്തുക. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വരും, ഫോട്ടോ അല്ല, ചിത്രങ്ങൾ പകർത്തുക. എന്തുപയോഗിച്ചുകൊണ്ട്? ഡിഫറെന്റ് ഇന്റൻസിറ്റിയിലുള്ള വേവുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇൻഫ്രാറെഡ് വേവുകളാകാം അല്ലെങ്കിൽ ഡിഫറെന്റ് വേവുകളാകാം. ആ വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പകർത്തുക? ചിത്രങ്ങൾ പകർത്തുക. എന്തിന്റെ? ഭൂമിയുടെ, എർത്തിന്റെ ക്രസ്റ്റിന്റെ. അവിടെ എന്തിനാണ്? വെതർ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ക്ലൈമറ്റ് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈ നിസാറിന്റെ ഉപയോഗം. മനസ്സിലായോ? സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ എന്താണെന്ന് മനസ്സിലായോ? ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്, ചിത്രങ്ങൾ പകർത്തുക. പക്ഷെ ചിത്രം ലൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ല പകർത്തുന്നത്. നോർമൽ നമ്മുടെ ക്യാമറയിലുള്ള ലൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ചിത്രങ്ങൾ പകർത്തുന്നത്. പകരം ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ വേവുകളെ അനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഒരു വേവ് ഈ റഡാറിൽ നിന്ന് വരും, അത് ഒരു ഭൂമിയുടെ പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുമ്പോൾ അത് ചില ഇലവേഷനുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് വെച്ചിട്ടാണ് ഈ റഡാറുകൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഈ നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ടല്ലോ, നൈറ്റ് വിഷൻ ക്യാമറ നിങ്ങളുടെ വീട്ടിലൊക്കെ രാത്രി കള്ളന്മാരൊക്കെ കയറാതിരിക്കാനായിട്ടുള്ള നൈറ്റ് വിഷൻ ക്യാമറ, അതിലെന്താ യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് ലൈറ്റുകളല്ലേ? അതായത് ഇരുട്ടത്ത് എങ്ങനെയാണ് അത് ഫോട്ടോ എടുക്കുന്നത്? ഇൻഫ്രാറെഡ് ലൈറ്റുകൾ ഒരു സാധനത്തിൽ ചെന്ന് പതിക്കുമ്പോൾ, അതായത് എന്റെ ബോഡിയിൽ ചെന്ന് പതിക്കുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന ഹീറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻഫ്രാറെഡ് ക്യാമറകൾ പ്രവർത്തിക്കുന്നത്. രാത്രിയാവുമ്പോൾ അതിന് ചുറ്റും ഒരു ചുമപ്പ ലൈറ്റ് ഇങ്ങനെ കുത്തി കുത്തി കാണും. അത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ വികിരണം ചെയ്യുന്നതാണ്. മനസ്സിലായോ? അത് ഏതെങ്കിലും ഒരു ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹീറ്റിനനുസരിച്ച്, ആ ബോഡിയിലുള്ള ഹീറ്റിനനുസരിച്ച് ഇതിന്റെ റിഫ്ലക്ഷൻ ചേഞ്ച് ആകും. അങ്ങനെയാണ് അവിടെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിന്തറ്റിക് അപ്പാരച്ചർ റഡാർസും എന്ത് ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നേ. മനസ്സിലായോ? സോ ഇതിന് രണ്ട് റഡാറുകളുണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 39 ഇഞ്ച് നീളമുള്ള ഒരു ആന്റീനയുണ്ട്. അതായത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഭാഗം താഴെ ഉണ്ടാവും, അതിനു മീതെ ഒരു ലോങ് ആന്റീന ഉണ്ടാവും. ഈ ആന്റീനയിൽ നിന്നാണ് ഈ റഡാറുകൾ ഭൂമിയിലേക്ക് പതിക്കുന്നത്. ഈ റഡാറുകളല്ല, ഈ വേവുകൾ ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതിനെയാണ് എൽ ബാൻഡും എസ് ബാൻഡും എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് ഭൂമിയിൽ ചെന്ന് പതിക്കുകയും എന്ത് ചെയ്യും? അത് വേവുകൾ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഈ റിഫ്ലക്ടന്റെ എലവേഷന്റെ അനുസരിച്ച് അല്ലെങ്കിൽ റിഫ്ലക്ഷന്റെ ചേഞ്ചിനനുസരിച്ചിട്ടാണ് ഭൂമിയെ ഇത് പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് ഈ സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ എന്താണെന്ന് പറയണമെന്നില്ല, മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാണ്ട് പോകരുത്. മനസ്സിലായി? സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിക്കാനിട്ടില്ല. പക്ഷേ നിങ്ങൾ സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ സിന്തറ്റിക് അപ്പാരച്ചർ റഡാർ എന്താണെന്ന് മനസ്സിലായി. ദെൻ നിങ്ങൾ ഇവിടെ ഒരു വാക്യം കണ്ടിട്ടുണ്ടാവും. എത്ര ഡിഗ്രിയിലാണ്, ഞാൻ നമ്മളുടെ ന്യൂസിന്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. ന്യൂസിന്റെ ഫോട്ടോ ഉണ്ട്. ന്യൂസ് വായിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കണ്ടിരിക്കും. അതായത് 98 ഡിഗ്രി ആംഗിളിലാണ് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താ ഈ 98 ഡിഗ്രിയിൽ ഇവന്മാർ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്? മാർക്കൊരു 60 ഡിഗ്രി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി ചരിച്ചിട്ട് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്താൽ പോരെ. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ കാണും.
സൺ സിൻക്രണസ് ഓർബിറ്റ്. സൺ സിൻക്രണസ് ഓർബിറ്റിലാണ് ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ സൺ സിൻക്രണസ് ഓർബിറ്റ് ഇതെന്താ ഇപ്പൊ ഈ സൺ സിൻക്രണസ് ഓർബിറ്റ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഗഗൻയാനെ കുറിച്ചിട്ട് ഇയാള് അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ടും സൺ സിൻക്രണസ് ഓർബിറ്റിനെ കുറിച്ചിട്ട് ഇയാളൊന്നും പറഞ്ഞില്ലല്ലോ. പറയാതിരുന്നതാണ്. സൺ സിൻക്രണസ് ഓർബിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മളുടെ ഈ ഓർബിറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഓർബിറ്റുകളെ നമ്മൾ പേര് നൽകിയിരിക്കുന്നത് എങ്ങനെ. നമ്മൾ പറഞ്ഞു ഇലവേഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേരുകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? എക്സെൻട്രിസിറ്റിയുടെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വളയം പെർഫെക്റ്റ് സർക്കിൾ ആണോ അല്ലെങ്കിൽ എലവേറ്റഡ് കർവുകളാണോ, വളയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ വേറെ എന്ത് ബേസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഗഗൻയാനെ കുറിച്ചിട്ടുള്ള ചർച്ച? ഞാൻ പറഞ്ഞു ഓർബിറ്റുകളെ എക്സെൻട്രിസിറ്റിയുടെ ബേസിസിൽ മാത്രമല്ല ഇൻക്ലിനേഷന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മലയാളവും പറഞ്ഞു. ചരിവിന്റെ അടിസ്ഥാനത്തിൽ ഓർബിറ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തിന്റെങ്കിലും ബേസിസിൽ ഓർബിറ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതായത് സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ ഓർബിറ്റുകളെ പേര് നൽകിയിട്ടുണ്ട്. അതായത് ഭൂമി ചലിക്കുന്ന അതേ ദിശയിലാണെങ്കിൽ പ്രോഗ്രേഡ് സാറ്റലൈറ്റുകൾ എന്നും, ഭൂമിക്ക് എതിർ ദിശയിലാണ് ചലിക്കുന്നതെങ്കിൽ റെട്രോഗ്രേഡ് സാറ്റലൈറ്റുകളും എന്ന് പറഞ്ഞിട്ട് പേര് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിൽ പേര് നൽകിയിട്ടുണ്ട്? ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് നമുക്കറിയാം, ലോ എർത്ത്, മീഡിയം എർത്ത്, ഹൈ എർത്ത് ഓർബിറ്റുകൾ. ദെൻ കർവിന്റെ ബേസിസിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് സർക്കിൾ ആണോ അല്ലയോ, എക്സെൻട്രിസിറ്റി. മൂന്നാമത്തെ കാര്യം ഇൻക്ലിനേഷൻ. എങ്ങനെയാണ് ഈ ഇൻക്ലിനേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഓർബിറ്റുകളെ തരംതിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കണം. ഇൻക്ലിനേഷന്റെ ബേസിസിലാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തരംതിരിവ്. ഓക്കെ, എല്ലാം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിച്ച് UPSC നിന്ന് വിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത ഡിസ്കഷൻ വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇൻക്ലിനേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻക്ലിനേഷന്റെ രീതിയിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് എനിക്ക് എന്റെ വീട് തൃശ്ശൂരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് എന്റെ വീട് എന്ന് വിചാരിക്കുക. എനിക്ക് തിരുവനന്തപുരം സിറ്റിയെ മാത്രം നിരീക്ഷിക്കാനായിട്ട് ഒരു സാറ്റലൈറ്റ് വിടണം. ഓക്കെ, എനിക്ക് തിരുവനന്തപുരം സിറ്റിയെ നിരീക്ഷിക്കാൻ, തിരുവനന്തപുരം സിറ്റി മാത്രം എനിക്ക് നിരീക്ഷിച്ചാൽ മതി. ലോകത്തെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. തിരുവനന്തപുരം സിറ്റിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സാറ്റലൈറ്റ് വിടും. എവിടെ നിന്ന്? തിരുവനന്തപുരത്തെ സ്പേസ് സ്റ്റേഷനിൽ നിന്നിട്ട് മാത്യു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് ഞാൻ അങ്ങോട്ട് വിട്ടു. ഓക്കെ, മാത്യു സാറ്റലൈറ്റ്, മാത്യു ISR, മിസാർ സാറ്റലൈറ്റ് ഞാൻ വിട്ടു. മിസാർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത് ഒരു ലോ ഇൻക്ലിനേഷനിലായിരിക്കും വിടുന്നത്. അതായത് ആ സാറ്റലൈറ്റ് ഇൻക്ലൈൻ ചെയ്യുന്നത്, അതായത് ഭൂമിയുടെ എർത്തിൽ നിന്ന് ചെറിയ ചരിവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാരണം എന്താണ്? എനിക്ക് കുറച്ച് സ്ഥലം മാത്രം മോണിറ്റർ ചെയ്താൽ മതി. ഓക്കെ, സോ നോർമലി കുറച്ച് സ്ഥലം മാത്രം മോണിറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ലോ ഇൻക്ലൈൻഡ് ഡിഗ്രീസിലായിരിക്കും, ലോ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഈ സാറ്റലൈറ്റുകൾ വിടുക. ഫോർ എക്സാമ്പിൾ 10 ഡിഗ്രി ചരിവ്. 10 ഡിഗ്രി ചരിവ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ 10 ഡിഗ്രി ആംഗിളിലായിരിക്കും ഈ നമ്മളുടെ പോവുക, ഈ സാറ്റലൈറ്റ് പോവുക. അതായത് നമ്മൾ ഇക്വേറ്റർ ഉണ്ടല്ലോ, ഇക്വേറ്റർ, നിങ്ങളുടെ ഭൂമിയുടെ ഇക്വേറ്റർ, അതിന് മീതെ എന്തുണ്ട്? 23.5 ലൈൻ ഉണ്ട്. അങ്ങനെ ലൈനുകൾ ഉണ്ടല്ലോ, ലാറ്റിറ്റ്യൂഡ് ലൈനുകൾ ഉണ്ടല്ലോ. സോ 10 ഡിഗ്രി ചരിവിൽ ഞാൻ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിലെ നോർത്ത് വേർഡ് ആയിട്ടുള്ള 10 ഡിഗ്രിയും താഴേക്കുള്ള 10 ഡിഗ്രിയും മാത്രമേ കവർ ആവുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അതായത് ഞാൻ 10 ഡിഗ്രി ചരിച്ചിട്ട് ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഭൂമിയുടെ 10 ഡിഗ്രി മുകളിലേക്ക് 10 ഡിഗ്രിയും താഴേക്ക് 10 ഡിഗ്രിയും മാത്രമേ കവർ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോ ഞാനൊരു സാറ്റലൈറ്റ് വിടുകയാണ്. എനിക്ക് തിരുവനന്തപുരം മാത്രം പോരാ, എനിക്ക് ഭൂമി മൊത്തത്തില് കിട്ടണം. ഭൂമി മൊത്തത്തിൽ എന്ത് ചെയ്യണം? ഭൂമി മൊത്തത്തിൽ കവർ ആക്കണം. എന്റെ സാറ്റലൈറ്റിന്റെ നിരീക്ഷണ കേന്ദ്രം ഭൂമി മൊത്തമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹൈ ഇൻക്ലൈൻഡ് ആംഗിളിൽ എന്ത് വിടും? റോക്കറ്റ് വിടും. ഹൈ ഇൻക്ലൈൻഡ് ആംഗിളിൽ റോക്കറ്റ് വിടും. മനസ്സിലായോ? തെറ്റരുത്, മനസ്സിലാക്കിയിരിക്കുക. ഹൈ ഇൻക്ലൈൻഡ് ആംഗിൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്താണ് ഭൂമി മൊത്തത്തില് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഇവിടം വരെ? അതായത് ലോ ഇൻക്ലിനേറ്റ് ആംഗിൾ ആണെങ്കിൽ കുറച്ച് സ്ഥലം മാത്രമേ ഭൂമിയിൽ കവർ ആവുകയുള്ളൂ. എത്രയാണോ ഡിഗ്രി, ആ ഡിഗ്രി നമ്മളുടെ ലാറ്റിറ്റ്യൂഡുമായിട്ട്, അതായത് 0 ഡിഗ്രി, 23 ഡിഗ്രി അങ്ങനെയുള്ള ലാറ്റിറ്റ്യൂഡുകളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 ഡിഗ്രിയിൽ വിട്ടു കഴിഞ്ഞാൽ ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ള 10 ഡിഗ്രിയും ഇക്വേറ്ററിന്റെ താഴേക്കുള്ള 10 ഡിഗ്രിയും മാത്രമാണ് നോർമലി കവർ ആവുക. ഓക്കെ, ദെൻ അപ്പോ എനിക്ക് ഭൂമി മൊത്തം കവർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഭൂമി മൊത്തം കവർ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ഡിഗ്രിയിൽ വിടും. അതായത് 90 ഡിഗ്രി ആംഗിളിന് എബവ് ഉള്ള ആംഗിളിൽ ഞാൻ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യും. ഓക്കെ, 90 ഡിഗ്രി ആംഗിളിന് എബവ് ഉള്ള ആംഗിളിൽ ഞാൻ റോക്കറ്റ് കവർ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ലോഞ്ചിങ്ങുകളെയാണ്, അങ്ങനെയുള്ള ഓർബിറ്റുകളെയാണ്, അതായത് ഭൂമി മൊത്തം കവർ ചെയ്യാനായിട്ടുള്ള ഓർബിറ്റുകളെയാണ് പോളാർ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് പോളാണ്, അല്ലെങ്കിൽ നോർത്ത് പോളാണ്, അല്ലെങ്കിൽ പോളാർ എന്ന് പറയും നമ്മള്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ പേര് വരുന്നത്, പോളാർ ഓർബിറ്റുകൾ. സോ 90 ഡിഗ്രിക്ക് മേലെയുള്ള ആംഗിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഭൂമി മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 90 ഡിഗ്രിക്ക് എബവ് ഉള്ള ആംഗിളുകൾ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിളുകളിൽ നമ്മളുടെ റോക്കറ്റുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത്. ക്ലിയർ ആണോ? വെരി ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോളാർ ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ ഇൻക്ലിനേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഈ പോളാർ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പോളാർ ഓർബിറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ക്ലിയർ ആയല്ലോ. ഇൻക്ലിനേഷന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് ഏരിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഒരു 5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വിട്ടെങ്കിൽ എനിക്ക് ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ള 5 ഡിഗ്രിയും താഴേക്കുള്ള 5 ഡിഗ്രിയും മാത്രമേ കവർ ആവുകയുള്ളൂ. ദെൻ എനിക്ക് കൂടുതൽ ഏരിയ, ഭൂമിയുടെ കൂടുതൽ ഏരിയ കവർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വലിയ ഹൈ ഇൻക്ലൈൻഡ് ആംഗിളുകളിൽ വിടണം. സോ ഞാനൊരു 90 ഡിഗ്രി ചരിച്ചിട്ട് റോക്കറ്റ് വിടും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് വിടും. സോ ഇന്ത്യ അല്ല, ഗ്ലോബ് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ എർത്ത് മൊത്തം അതിൽ കവർ ആകും. സോ അങ്ങനെ പോകുന്ന ഓർബിറ്റുകൾ, അങ്ങനെ പോയിട്ട് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന ഓർബിറ്റുകളെ എന്ത് പേര് പറയും? പോളാർ ഓർബിറ്റുകൾ. പോളാർ ഓർബിറ്റുകൾ. സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ആ പത്രം, ആ കട്ടിങ് എടുത്ത് നോക്കുക. ആ കട്ടിങ്ങിൽ പറയുന്നുണ്ട് 98 ഡിഗ്രിയോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾ വിട്ടത്. ആ 98 ഡിഗ്രി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പോളാർ ഓർബിറ്റിലേക്കാണ് വിട്ടത്. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മുടെ എർത്ത് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ആംഗിൾ ആണത്. സോ എർത്ത് മൊത്തം കവർ ചെയ്തിട്ട് എന്തോ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അത് പോയത്. ഇങ്ങനെ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ദെൻ വാട്ട് ഈസ് സൺ സിൻക്രണസ് ഓർബിറ്റ്? സൺ സിൻക്രണസ് ഓർബിറ്റ്. സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ഓർബിറ്റിന്റെ ഒരു സബ്സെക്ഷൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാനൊരു റോക്കറ്റ് വിട്ടു. എങ്ങനെ? എനിക്ക് ലോകം മൊത്തം പഠിക്കണം, അതായത് ഭൂമിയെ മൊത്തമായിട്ട് പഠിക്കാനായിട്ട് ഞാനൊരു റോക്കറ്റ് വിട്ടു. ഏത് ആംഗിളിൽ വിട്ടു? 90 ഡിഗ്രി ആംഗിളിന് മേലെയുള്ള ഒരു ആംഗിളിൽ ഞാനൊരു റോക്കറ്റ് വിട്ടു. ഭൂമിയെ മൊത്തം പഠിച്ചു. ഭൂമിയെ മൊത്തം പഠിച്ചപ്പോഴാണ് എനിക്ക് പെർട്ടിക്കുലർലി ഒരു ആവശ്യമുണ്ട്. നമ്മളുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ട്രാഫിക്കുകളെ കുറിച്ചിട്ട് എനിക്ക് പഠിക്കണം. അതായത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ ട്രാഫിക് എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളത് എനിക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഞാൻ ഈ സാറ്റലൈറ്റിനോട് ചോദിച്ചു, സാറ്റലൈറ്റ് എനിക്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ രാവിലെ 9 മണി മുതൽ ഉള്ള ട്രാഫിക്കിന്റെ, അതായത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ട്രാഫിക്കിന്റെ കണക്ക് എനിക്കൊന്ന് തന്നെ എങ്ങനെയാണ്? സോ ഈ സാറ്റലൈറ്റ് ഭൂമി മൊത്തം കറങ്ങുന്നതിനിടയിൽ നമ്മളുടെ തിരുവനന്തപുരം സിറ്റിയുടെ മീതേക്ക് വന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. അത് രാവിലെ 9 മണിക്കാണ് തിരുവനന്തപുരം സിറ്റിയുടെ മീതെ ഈ ഒരു സാറ്റലൈറ്റ് വന്നതെന്ന് വിചാരിക്കുക. തിരുവനന്തപുരം സിറ്റിയുടെ സാറ്റലൈറ്റ് രാവിലെ പറഞ്ഞു നിർത്തിയ തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ ഒരു സാറ്റലൈറ്റ് വന്നു. നെറ്റ് കട്ടായി പോകുന്നു. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ 9 മണിക്ക് സാറ്റലൈറ്റ് ഒരു പിക്ചർ വന്നു. ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ അവിടെ ഉണ്ടായതായിട്ട് എനിക്ക് വന്നു. പിന്നീട് ഈ ഒരു സാറ്റലൈറ്റ് വീണ്ടും കറക്കം തുടരുകയാണ്. കാരണം തിരുവനന്തപുരം സിറ്റി മാത്രമല്ല ഇത് പഠിക്കുന്നത്, ഭൂമി മൊത്തം പഠിക്കുന്നുണ്ട്. സോ ഭൂമിയെ മൊത്തം ഇങ്ങനെ ചുറ്റി ഇനി അടുത്ത ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ വീണ്ടും ഈ തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ വന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ഫോട്ടോ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ എനിക്ക് തിരുവനന്തപുരം സിറ്റിയാണ് പഠിക്കേണ്ടത്. ഞാൻ ഈ സാറ്റലൈറ്റിനോട് പറഞ്ഞു തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ എത്തുമ്പോൾ എനിക്കൊരു ഫോട്ടോ വേണം. കഴിഞ്ഞ ദിവസം 9 മണിയായപ്പോൾ അവർ തിരുവനന്തപുരം സിറ്റിയുടെ മുകളിലെത്തി. ആര്? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനല്ല, നമ്മളുടെ സാറ്റലൈറ്റ്. ഓക്കെ, സാറ്റലൈറ്റ് തിരുവനന്തപുരം സിറ്റിയുടെ മുകളിലെത്തിയപ്പോൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ഇനി നെക്സ്റ്റ് ഫോട്ടോ കിട്ടുന്നത് എപ്പോഴാണ്?
നെക്സ്റ്റ് ഫോട്ടോ കിട്ടുന്നത് ഇത് വീണ്ടും കറങ്ങി 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 പോയിട്ട് ഭൂമി മൊത്തം കറങ്ങി വീണ്ടും തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ ഈ സാറ്റലൈറ്റ് എത്തണം. ഓക്കെ, മാറിപ്പോകുന്നില്ലല്ലോ. തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ ഈ സാറ്റലൈറ്റ് എത്തണം. അത് അടുത്ത പ്രാവശ്യം എത്തിയപ്പോൾ രാത്രി 9 മണിയായി പോയി. രാത്രി 9 മണി, കൃത്യമായിട്ടുള്ള ടൈമില്ലല്ലോ, എപ്പോ വേണമെങ്കിലും കറങ്ങി അതിന്റെ റിവോൾവിംഗ് ടൈമിനനുസരിച്ചിട്ട് കറങ്ങി കറങ്ങി രാത്രി 9 മണിക്കാണ് അത് തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ എത്തിയത്. അപ്പോൾ എനിക്ക് വേറൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അവിടെ ട്രാഫിക് ഒന്നുമില്ല, കാലിയായിട്ട് തിരുവനന്തപുരം സിറ്റി കിടക്കുകയാണ്. 9 മണിക്ക് തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാവരും കിടക്കുന്നു. സോ അവിടെ കാലിയായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോട്ടോസും കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഒരു ഇൻഫറൻസിൽ എത്താൻ പറ്റുമോ? അതായത് രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കും എത്തുന്ന പിക്ചേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു ഇൻഫറൻസിൽ എത്താൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഇൻഫറൻസസിൽ എത്തണമെങ്കിൽ എന്ത് വേണം? രാവിലെ 9 മണിക്കാണ് തിരുവനന്തപുരം സിറ്റിയുടെ മീതെ ഈ ഒരു സാറ്റലൈറ്റ് വന്നതെങ്കിൽ അടുത്ത പ്രാവശ്യവും തിരുവനന്തപുരം സിറ്റിയുടെ മീതെ വരുമ്പോൾ അത് കൃത്യം രാവിലെ 9 മണിക്ക് തന്നെയായിരിക്കണം. കൺഫ്യൂസ് ആവുന്നില്ലല്ലോ? അതായത് കഴിഞ്ഞ ദിവസം 9 മണിക്കാണ് നമ്മളുടെ സാറ്റലൈറ്റ് കറങ്ങി കറങ്ങി തിരുവനന്തപുരം സിറ്റിയുടെ മീതെ വന്നത്. അതുപോലെ അടുത്ത പ്രാവശ്യം വരുമ്പോഴും, അതെന്നോ ആയിക്കോട്ടെ, അടുത്ത പ്രാവശ്യം വരുമ്പോഴും തിരുവനന്തപുരം സിറ്റിയുടെ മീതെ വരുന്നത് രാവിലെ 9 മണിക്ക് തന്നെയായിരിക്കണം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൺ സിൻക്രണസ് ഓർബിറ്റുകൾ കണ്ടുപിടിച്ചത്. സൺ സിൻക്രണസ് ഓർബിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ കറങ്ങുന്ന, അതായത് ഭൂമി ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമല്ലോ, അതിന് അനുകൃതമായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരു ഓർബിറ്റ് കണ്ടുപിടിച്ചു. ആ ഓർബിറ്റിലേക്കായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ എപ്പോഴാണോ സൂര്യൻ തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ എത്തുന്നത്, ആ സമയത്ത് തന്നെ നമ്മളുടെ സാറ്റലൈറ്റും അവിടെ എത്തും. മനസ്സിലായോ? സൺ സിൻക്രണസ് എന്ന് പറയുമ്പോൾ സണ്ണിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് സാറ്റലൈറ്റും സിൻക്രണൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് സണ്ണിനോട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. സിൻക്രണൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോണിൽ കേട്ടിട്ടുണ്ടാവും, സിൻക്രണൈസ് ചെയ്യുക, കൂട്ടിക്കെട്ടുക, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ ഒരു കൊളോക്കിയൽ മീനിങ് വരുന്നത്. സോ കൂട്ടിക്കെട്ടുക. സോ സണ്ണിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് എന്ത് കൂട്ടിക്കെട്ടിയിരിക്കുന്നു? ഈ ഓർബിറ്റിനെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. സോ ആ ഓർബിറ്റിൽ വിടുന്ന നമ്മളുടെ സാറ്റലൈറ്റ് സണ്ണ് ഇപ്പോ തിരുവനന്തപുരം സിറ്റിയുടെ മുകളിൽ 9 മണിക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും 9 മണിയാകുമ്പോൾ എവിടെ വരും? ആ ഒരു തിരുവനന്തപുരം സിറ്റിയുടെ മീതെ വരും. സോ സിൻക്രണസിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഫിക്സഡ് പൊസിഷൻ റിലേറ്റീവ് ടു ദ സൺ. അതുകൊണ്ടാണ് അതിനെ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഭൂമിയെ കറങ്ങാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂർ, അതായത് 23 hours ആയിരിക്കും അത് ടോട്ടലി ഭൂമിയെ കറങ്ങാനായിട്ട് എടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളാർ ഓർബിറ്റ് ചരിവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചരിവ്, അതായത് 90 ഡിഗ്രിക്ക് മേലെയുള്ള ഓർബിറ്റുകളെയാണ് ചരിവിൽ വിടുന്ന റോക്കറ്റുകൾ പോകുന്നത് എവിടെയാണ്? പോളാർ ഓർബിറ്റിലായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ഓർബിറ്റുകളുടെ ഒരു രൂപമാറ്റം തന്നെയാണ് ഈ സൺ സിൻക്രണസ്. പക്ഷേ ആ ഓർബിറ്റുകളെ എന്തായിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു? സണ്ണായിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട്. 9 മണിക്ക് സൺ വരുമ്പോൾ അവിടെ പിറ്റേ ദിവസവും 9 മണിക്ക് തന്നെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇതിനെയാണ് സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. സണ്ണുമായിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്ന ഓർബിറ്റ്. കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്കറിയാം, കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൺ സിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണുമായിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഇത് കറങ്ങാൻ എടുക്കുന്ന ദൂരം എത്രയാണ്? അതായത് ലോക്കൽ ടൈമിൽ സൺ എപ്പോൾ വരുമോ അപ്പോൾ ഈ ഒരു ഓർബിറ്റും ഈ ഒരു സാറ്റലൈറ്റും അവിടെ പ്രത്യക്ഷമായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ഒരു ടൈം എന്ന് പറയുമ്പോൾ സൺ എത്ര, ഒരു പ്രാവശ്യം ഒരു ഭൂമി കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 24 hours ആണ്. സോ ഏകദേശം 24 hours, ഏകദേശം എന്ന് പറയുമ്പോൾ എക്സാക്ട് 24 ഇല്ല, 23 hours and 58 minutes 56 minutes ആണ് നമ്മളുടെ ഇങ്ങനെയുള്ള സൺ സിൻക്രണസ് ഓർബിറ്റുകൾ വലയം ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഏകദേശം 24 മണിക്കൂറുകൾ എടുക്കും. മനസ്സിലായോ? സോ ഇതൊരു സൺ സിൻക്രണസ് ഓർബിറ്റ് ആണ്. സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്യുന്നത് ഓൾട്ടിറ്റ്യൂഡിന്റെ ബേസിസിൽ എവിടെയാണ്? ലോ എർത്ത് ഓർബിറ്റിൽ തന്നെയാണ്. ലോ എർത്ത് ഓർബിറ്റിൽ ആണ് പോളാർ ഓർബിറ്റുകൾ അല്ലെങ്കിൽ സൺ സിൻക്രണസ് ഓർബിറ്റുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് എല്ലാം കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച കാര്യം എന്താണ്? ബേസിക് ആയിട്ട് പഠിച്ച കാര്യം നാസയും ISROയും ചേർന്നിട്ട് നടത്തുന്നതാണ്. എങ്ങടേക്കാണ് ഇത് വിടുന്നത്? ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് വിടുന്നത്. അവിടെ വരെ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. പിന്നെ ലോ എർത്ത് ഓർബിറ്റിന്റെ എങ്ങടേക്കാ പോകുന്നത്?
പോളാർ ഓർബിറ്റിലേക്കാണ് പോകുന്നത്. പോളാർ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി മൊത്തമായിട്ട് പഠിക്കണം. സോ 90 ഡിഗ്രിക്ക് മേലെ ആയിരിക്കും അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ പോളാർ ഓർബിറ്റിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വന്ന് നോക്കിയിട്ട് പോയാൽ പോരാ, കൃത്യമായിട്ടുള്ള സമയത്ത്, അതായത് ആക്യുറേറ്റ് ടൈമിൽ തന്നെ നമുക്ക് വരണം. സോ അതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? സൺ സിൻക്രണസ് ഓർബിറ്റുകളിലാണ്. സോ സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണുമായിട്ട് സിൻക്രണൈസ് ചെയ്യപ്പെട്ടിരിക്കും. അതിനെയാണ് സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ എൽ ബാൻഡ് റഡാർ, എസ് ബാൻഡ് റഡാർ, ഇതെല്ലാം അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആന്റിന ഉണ്ട്, എനിക്ക് തോന്നുന്നു 39 ഇഞ്ച് വരുന്ന ഒരു ആന്റിനയാണ്. അതിൽ നിന്ന് സിന്തറ്റിക് അപ്പാരച്ചർ റഡാർസ്, അതായത് നമ്മളുടെ ഫോട്ടോ എടുക്കുന്നത് പോലെ സിന്തറ്റിക് അപ്പാരച്ചേഴ്സ് നമ്മളുടെ വേവുകൾ പുറത്തേക്ക് വരികയും അതിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയാണ് ഇതിന് വരുന്നത്. ജനറലി ക്ലൈമറ്റ്, എർത്ത് ക്രസ്റ്റ് മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു റഡാറിന്റെ അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കൺഫ്യൂസ് ആക്കണ്ട, നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് ഉള്ളിലേക്ക് എടുക്കുക. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾ പാസ്സാവാതിരിക്കത്തൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ തിരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അവിടെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് പോകാം. മനസ്സിലാക്കുക, എവരി പ്രൊഫഷണൽ വാസ് വൺസ് എ ബിഗിനർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരാൾ ഒരിക്കൽ നിങ്ങളെപ്പോലെ തന്നെ ബിഗിനർ ആയിരുന്നു. അവർക്ക് പഠിക്കാമെങ്കിൽ, എനിക്ക് പഠിച്ചെടുക്കാമെങ്കിൽ നിങ്ങൾക്കും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ABCD പഠിച്ച് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ശശി തരൂരും വന്നിട്ടുള്ളത്. ശശി തരൂർ 1-ാം വയസ്സിൽ എന്തായിരുന്നു? ABCD പഠിക്കുക തന്നെയായിരുന്നു, അല്ലെങ്കിൽ 6-ാം വയസ്സിൽ 7-ാം വയസ്സിൽ ABCD പഠിക്കുകയായിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും ഞാൻ പറയുന്നത്, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രസ്റ്റ് ദ പ്രോസസ്. ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. സോ ഒരു 3 മാസം 4 മാസം എടുത്തു കഴിയുമ്പോൾ കറന്റ് അഫയേഴ്സിൽ നിങ്ങൾ ഏറ്റവും ദ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.